السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. المدد المدد المدد. ബഹുമാന്യരായ സയ്യിദന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും ശ്രേഷ്ഠരായ നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, ബാക്കർ വയലിൽ വെച്ച് കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ പാണക്കാട്ട് പ്രിയപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം നൽകിയ അന്ന് ഈ നാടിനെ ഗ്രസിച്ചുപോയ ചില വിഷബീജങ്ങളെ വലിച്ചെറിയാനുള്ള ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ ആരംഭിച്ചിരുന്നു. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ എത്തി നിൽക്കുമ്പോഴേക്ക് ധർമ്മവിപ്ലവത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് സത്യത്തിന്റെ ധ്വജമുയർത്തി കാണിച്ചുകൊണ്ട് ഈ നാട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്ന സത്യപാന്താവും അതിന്റെ പ്രവർത്തനങ്ങളുമാണ് സത്യമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞൊരു നിമിഷത്തിൽ ആരംഭിച്ച ഈ പ്രഭാഷണങ്ങളും ആ പ്രഭാഷണം പിന്നീട് ഖണ്ഡനങ്ങളായി മാറുകയും ചെയ്തപ്പോൾ ഇവിടെ വളരെ രസകരമായ ഒരു സംഭവത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പണ്ട് ഒരു സായം സന്ധ്യയിൽ ഒരു മദ്യപൻ വന്ന് ഒരു നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ബസ്സിൽ കയറി പോകുന്നതും മറ്റും കണ്ടു. ചില യാഥാർത്ഥ്യങ്ങളെ കണ്ട് നോക്കി നിന്നിട്ട് അയാൾക്ക് അതിലൊരു രസം തോന്നിയപ്പോ അയാൾ ആ മദ്യപനായ വ്യക്തി അവിടെ നിന്ന് കൈയടിച്ചൊരു കഥ പറയാറുണ്ട്, ഇങ്ങനെ അടിച്ച കൈ. അതുപോലെ കാന്തപുരം അനുകൂലികളായ പ്രഭാഷകന്മാർ ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വന്നപ്പോ പരസ്പരം ഏറ്റുമുട്ടും വിധമുള്ളൊരു മറുപടി പറയാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞതിന്റെ ആകത്തുകകളെ മുഴുവനും ഹരിച്ച് ഗുണിച്ച് കൃത്യമായി മറുപടി നൽകുകയായിരുന്നു ഞങ്ങളിവിടെ ചെയ്തത്. പക്ഷേ അവർ വന്നിട്ട് ഞങ്ങളെ ഉസ്താദ് കാശ്മീരിൽ പോയി, ഞങ്ങളെ ഉസ്താദ് ഗുജറാത്തിലേക്ക് പോയി, ഞങ്ങളെ ഉസ്താദ് ഗുജറാത്തിലെ മോഡിയോടൊപ്പമാണ് എന്ന് വ്യംഗ്യമായി തോന്നിപ്പിക്കും വിധമുള്ള പ്രസംഗങ്ങളല്ലാതെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് വരെ അവർക്ക് സാധിച്ചില്ല എന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കാന്തപുരത്തിനെന്നല്ല, കാന്തപുരത്തിന്റെ അനുയായികൾക്കെന്നല്ല, സാക്ഷാൽ ശ്രീമാൻ ഇബ്ലീസ് വന്നാൽ പോലും ഇവർക്ക് വേണ്ടി മറുപടി പറയാൻ സാധിക്കില്ലെന്ന് കാലം സാക്ഷിയാവുകയാണ്, ബാക്കർ വയൽ സാക്ഷിയാവുകയാണ്. എന്തൊരു അബദ്ധമാണ് ഈ ഒരു പ്രസ്ഥാനം. ഒരുപാട് കാലം മുജാഹിദുകളെ കാണുന്ന സമയത്ത്, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജാഹിലീങ്ങളാണ്. ആ വിഭാഗത്തെ കാണുമ്പോൾ തന്റെ ഇടത്തോടെ വന്ന്, എങ്ങനെ ചെറിയ കുട്ടികളുണ്ട്, LKG പോകുന്ന കുട്ടികളെ കണ്ടാൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവേശം ഉണ്ടാവാറുണ്ട്, അവരെ തല്ലാൻ വേണ്ടിയില്ല. കാരണം എന്താ, LKG കുട്ടിയല്ലേ. അതുപോലെ മുജാഹിദാകുന്ന ഒന്നും തിരിയാത്ത ഒരാദർശബോധവുമില്ലാത്തവരെ കാണുമ്പോൾ ആദർശബോധമുള്ളവരെന്ന് സ്വയം നടിച്ചുകൊണ്ട് അവരെ സംവാദത്തിനുണ്ടോ എന്ന് അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ ചോദിച്ച് പിന്നാലെ നടന്നവർ ഞങ്ങളുടെ മുന്നിലെത്തിയപ്പോ മറുപടി പറയാൻ കഴിയാതെ അവസാനം കുമ്പസരിക്കുകയാണ് ഇവിടെ. ഞങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനില്ല. കാരണം എന്താ, ഞാൻ കഴിഞ്ഞിൽ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളുമാണ് മറുപക്ഷത്തുള്ളതെങ്കിൽ അവരോട് സംവാദത്തിനോ മറുപടിക്കോ മുഖാമുഖത്തിനോ ഞങ്ങളില്ല. പിന്നെ ആരോടാ ഉള്ളത്?
ഉള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചപ്പും ചവറുമായ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്ന, ചപ്പും ചവറും എന്ന് തന്നെ സ്വയം പറയണം അവരെക്കുറിച്ച്, ആ വിഭാഗത്തിൽ നിന്ന് പുറത്തു വന്ന് ശുദ്ധീകരണം ആഗ്രഹിച്ച് പുറത്തു വന്ന എന്നോട് മാത്രമേ ഉള്ളൂ എന്നാണ് സ്റ്റേജിൽ പറഞ്ഞത്. SKSSFിനോടില്ല. കാരണം എന്താ? അതാരാ നയിക്കുന്നത്? ചെറുശ്ശേരി ഉസ്താദും മറ്റുമല്ലേ അതിന്റെ സമസ്തയുടെ, അതിന്റെ മേൽഘടകം, അതിന്റെ സമസ്ത നയിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ളവരല്ലേ? അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ഏറ്റുമുട്ടാൻ പോയാൽ ഒരുപക്ഷെ ഈ തീയിലേക്ക് അല്ലെങ്കിൽ വിളക്കിന്റെ മുന്നിലേക്ക് ഈയാമ്പാറ്റകൾ പോകുന്നത് പോലെ പറന്നു ചെന്ന് സ്വയം തകരുന്ന അവസ്ഥ വരുമെന്ന ഭയം കൊണ്ടാണ് ഇവിടെ SKSSFിന്റെ ചോദ്യങ്ങളെയോ SKSSF തരുന്ന കത്തുകളെയോ SKSSF തരുന്ന വെല്ലുവിളികളെയോ ഏറ്റെടുക്കാൻ SSFകാരനെ കഴിയാതെ പോകുന്നത്. പിരിച്ചുവിട്ടുടടാവും നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടന. പിരിച്ചുവിട്ട് നിങ്ങൾക്ക് പോയി മറ്റെന്തെങ്കിലും പണിയെടുത്തൂടെ? നാട്ടിൽ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ നല്ല ശമ്പളം കിട്ടാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോയിക്കൂടെ നിങ്ങൾക്ക്? എന്തിന് നിങ്ങൾ ആദർശമുണ്ടെന്നും ഞങ്ങളുടെ പ്രസ്ഥാനം വളരെ ശക്തമാണെന്നും പറയാൻ നിങ്ങൾ എന്തിന് വരണം? ഇനിയിപ്പോ ഇവിടെ വേറൊരാളെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ പറഞ്ഞു 2 ദിവസം മുമ്പ് മുഖാമുഖമുണ്ട്. പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പൊ ഇന്നൊക്കെ വാട്സപ്പ് പ്രചരിക്കുന്നത് ഒരാൾ വരുന്നു എന്നാണ്. അയാളെ കഥ ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ചിരുന്നു. അയാൾ വരുന്നതിന്റെ കാരണം പേരോട് പറയുന്നുണ്ട്. അത് ഞാൻ കൃത്യമായി ഇവിടെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു, സിദ്ദീഖ് സക്കാഫി. അയാൾ ഇവിടെ വന്നിട്ട് ഇവിടുന്നൊക്കെ വല്ലാതെ വെല്ലുവിളിച്ചു, എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നെ വല്ലാതെ പറഞ്ഞില്ല, എന്താണെന്നറിയില്ല. അയാൾക്ക് ഞാൻ അവിടുന്ന് ഒരു ബിസ്ക്കറ്റ് തിന്നാൻ കൊടുത്തിരുന്നു മണ്ണാർക്കാട് നിന്ന്. അതിന്റെ നന്ദിയാണോ എന്നറിയില്ല. ഞാനിവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാനുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു സംവാദ വ്യവസ്ഥയിൽ. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ തന്നെ കാരണം പിറ്റേ ദിവസം 10 മണിക്ക് മണ്ണാർക്കാട് നടക്കുന്ന സംവാദ വ്യവസ്ഥയിൽ മധ്യസ്ഥനാവാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. അന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു, ഈ നാളെ നടക്കുന്ന സംവാദ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് എണ്ണി ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ സാക്ഷിയല്ലേ? അതിൽ നിന്ന് ഞാൻ പറഞ്ഞതിനേക്കാളും അധികം ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിനേക്കാൾ ബാക്കി ഞാൻ പറഞ്ഞവരൊക്കെ വന്നു. ഞാൻ പറഞ്ഞ മധ്യസ്ഥനും വന്നു. ഞാൻ പറഞ്ഞവരൊക്കെ ഇവിടെ വന്നു. അപ്പൊ പിന്നെ ഇപ്പോ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, കാന്തപുരത്തിന്റെ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്. ഇനി നിങ്ങൾ സമ്മേളനം നടത്താൻ പോകുന്നുണ്ട് ഇവിടെ, അങ്ങ് തിരുവനന്തപുരത്തിന്റെ അടുത്തൊരു സ്ഥലത്ത്. അത് പുതിയ തീരുമാനമാണ്, പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ എന്തൊക്കെ കഥകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളു നിയന്ത്രിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരും സഅദിമാരും സഖാഫിമാരുമാണെന്ന് കാലം തെളിയിക്കുകയാണ്. ഇവിടെ കാലത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് നിങ്ങൾ രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി നിങ്ങളിങ്ങനെ പഴുതുകൾ തേടുകയാണിപ്പോ. മുഖാമുഖം നടക്കുന്നു, നമ്മൾ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്ത് നാട് മുഴുവൻ പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് സാധാരണ നടക്കാറുമുണ്ട്. അങ്ങനെ നോട്ടീസ് അടിച്ചിട്ടാണ് നടത്താറുള്ളത്. പക്ഷേ SKSSF തന്റെ ഇടത്തോടെ ഇവിടുത്തെ SSFകാരുടെ കയ്യിലേക്ക് കത്ത് കൊണ്ടുകൊടുത്തു 2 ദിവസം മുമ്പ്. ഇന്നലെ മിനിയാന്ന് അസ്സലാമലൈക്കും. തങ്ങള് മൈക്ക് പോയിട്ടുണ്ട്. തങ്ങള് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. ലൈവ് ടീം മൈക്ക് DC ആയിട്ടുണ്ട്. തങ്ങള് DC ആയിട്ടുണ്ട്. അഡ്മിന്മാർ ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരാം പ്ലീസ്. ലൈവ് DC ആയിട്ടുണ്ട്. തങ്ങളില്ല, തങ്ങൾ DC ആയി കിടക്കുന്നത്. മൈക്ക് ഫ്രീ ആണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ തിരിച്ചു വരും, ലൈവ് ടൈം ഇപ്പൊ തിരിച്ചു വരും. നെറ്റിന്റെ പ്രോബ്ലമാണ്. ഇൻഷാ അല്ലാഹ് ലൈവ് മുഖാമുഖം ചോദ്യം ചോദിക്കാൻ മുടിക്കുട്ടികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. കാസർഗോഡ് ജില്ലയിൽ അങ്ങ് അറ്റത്ത് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. എന്നിരുന്നാലും നല്ല സൗണ്ടിൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്.
മുഹമ്മദ് രാമന്തലി സാഹിബിന്റെ പുതിയ വെളിപ്പെടുത്തലും അതുപോലെ സലീം ഫൈൽ ഇർഫാൻ അവരുടെ മുഖാമുഖവും ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഇന്ന് രാത്രി ഈ ലൈവിന് ശേഷം തുടർച്ചയായിക്കൊണ്ട് പുതിയ ക്ലിപ്പുകൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമായിട്ട് ഏറ്റവും പുതിയ ക്ലിപ്പുകളുമായിട്ട് ഇന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഈ ലൈവിന് ശേഷം തുടർച്ചയായിക്കൊണ്ട് തന്നെ ഇന്ന് രാത്രി 11 വരെ ആർക്കും ഏത് ചോദ്യത്തിനും ചോദിക്കുവാനും ഉള്ള അവസരമുണ്ട്. അപ്പൊ എല്ലാവരെയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുറഹ്മാൻ സാഹിബ്, സുന്നി സഞ്ജിഷാൻ മാഹി ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് തന്നെയാണ് പരിപാടി. ഇൻഷാ അല്ലാഹ് ലൈവ് ഇപ്പോൾ തിരിച്ചെത്തും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ARCK സൗണ്ട് കേൾക്കുന്നുണ്ടോ? അബ്ദുറഹ്മാൻ സാഹിബിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ARCKP അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരണം. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാനപരമുള്ള സയ്യിദന്മാർ ഉസ്താദന്മാർ അതേപോലെ തന്നെ സഹപ്രവർത്തകർ ബഹ്റബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സമയ സാഹചര്യങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കാസർഗോഡ് ജില്ലയിലെ മംഗലാപുരത്തിനടുത്ത് മഞ്ചേശ്വര കഴുത്തുള്ള ബാക്രബൈർ എന്ന് പറയുന്ന സ്ഥലത്ത് സമസ്തയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെ അങ്ങേറ്റത്തെ വിമർശനങ്ങളുമായി കടന്നു വന്ന വികൃത വിഭാഗത്തിന്റെ തനിനിരം സമൂഹത്തിലേക്ക് പറഞ്ഞുകൊടുക്കുകയും അതെന്താണ് എന്ന് വിശദീകരണമായി ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി അൽ-അസ്ഹരിയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തലി സാഹിബ് നയിക്കുന്ന സുന്നി ആദർശ മുഖാമുഖ പരിപാടിയും അതേപോലെ തന്നെ LCD സഹിതമുള്ള ഒരുപാട് വെളിപ്പെടുത്തലുമായി അവരുടെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രചാരണങ്ങളില്ലാത്ത, കാരണം ഇന്നലെയാണ് കർണാടകയിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. കർണാടകത്തിന്റെ അടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ അനൗൺസ് മറ്റുള്ള പരിപാടികൾ തുറന്നുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുവാൻ അവിടെയുള്ള സമ്മേളന സമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന ആ ഒരു ചെറിയ വിഷമത്തോടു കൂടിയാണ്. ഏതായിരുന്നാലും സംഘാടകരുടെ ആ ഒരു പ്രതീക്ഷയെ മാറികടന്നുകൊണ്ട് വലിയ ഒരു ജനസമൂഹമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു കുഗ്രാമമായതുകൊണ്ട് തന്നെ ക്ലിയറില്ല. ഹലോ, ഇപ്പം ക്ലിയറാണോ? ഹലോ, സൗണ്ട് ക്ലിയറാണോ? ഓക്കെ, ഇല്ല, കേൾക്കാൻ ക്ലിയറില്ല. ഓക്കെ, ഞാൻ ലാപ്ടോപ്പിലാണ് സംസാരിക്കുന്നത്. മൈക്കില്ലാത്തതാണ്, മൈക്ക് എടുത്തിട്ടില്ല. ഏതായാലും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട നേതൃത്വങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ലൈവുമായി തിരിച്ചെത്തുക തന്നെ ചെയ്യും. അവിടെ ഒരു കുഗ്രാമമായതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു സാങ്കേതികമായ തകരാറുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധ തീർച്ചയായിട്ടും അത് ചെറിയൊരു ആ പ്രയാസങ്ങള് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ലൈവ് ടീം ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ലൈവ് നമുക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട ARCK വന്നിട്ടുണ്ട്. തൽക്കാലമേക്ക് ഫ്രീ ആക്കുകയാണ്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ലൈവ് ടീം എത്തുന്നതാണ്. ലൈവ് ടീം DC ആയതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ലൈവ് ടീം എത്തും ഇൻഷാല്ലാ. കാസർഗോഡ് നിന്നും നല്ലൊരു 1.5 ലൈവാണ് ഇൻഷാല്ലാ. എല്ലാവരും ലൈവ് മുഴുവൻ കേൾക്കുകയും അതിനുശേഷം ഇന്ന് ശക്തമായ ചർച്ചയുണ്ടാകും. അതിലൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകം വ്യാജമുടിക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കണം എന്ന് സാന്ദ്രമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ താഴത്ത് കാണുന്നുണ്ട്. ലീഗിന്റെ മാർച്ചിൽ എപ്പിക്കാർക്കല്ല തല്ല് കിട്ടിയെന്ന്. തല്ല് ഇവർക്ക് ആരെയെന്ന് ഇവർക്ക് കിട്ടാത്തില്ലേ? ബൈക്കേ പോകുന്നവരോട് അടി ചോദിച്ചു വാങ്ങിക്കല്ലേ എന്ത് ചെയ്യാനാണ്? ബൈക്ക് റണ്ണി ചെയ്യുന്നു നൂറുദ്ദീൻ തങ്ങൾക്ക് വേണ്ടി.
ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോ ഇതാ ഞാൻ പറയുന്നു എന്ന് പറയുന്ന മുഖാമുഖവുമല്ല, ഇത് എന്തേ നൂറുദ്ദീൻ നിങ്ങളെ പിന്നെ നെറ്റില് മുടി കുടുങ്ങിയോ? തങ്ങളെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടേത് വളരെ ക്ലിയർ ഉള്ളതും വളരെ നല്ല രീതിയിൽ പിന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ഒരുപാട് ലൈവുകൾ തന്ന ആളാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ. ഇന്നെന്തോ ചെറിയ നെറ്റിന്റെ എന്തോ പ്രോബ്ലം, 2G 3G തമ്മിലുള്ള എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കാവും അതൊക്കെ ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ എപ്പിക്കാരൊക്കെ ഉണ്ടല്ലേ താഴത്ത്, പക്ഷെ മൈക്കിന് വരാനൊരു പേടി അല്ലെ, മുട്ടും കാലം അങ്ങോട്ട് വിറക്കുന്നു അല്ലേ. അല്ല കള്ള പോസ്റ്റുകളും അല്ലെ കള്ള വാർത്തകളൊക്കെ ടെക്സ്റ്റിൽ കൂടി അടിച്ചു വിടാം, അതേ സമയത്ത് മൈക്കിന് വന്നിട്ട് പറയാനൊരു പേടി അല്ലെ. അതെന്തിനാ സുഹൃത്തുക്കളെ മൈക്കിന് വന്നിട്ട് പറയും? നിങ്ങൾക്ക് എന്തെങ്കിലും ആദർശം ഉണ്ടെങ്കിൽ മൈക്കിന് വന്നുകൊണ്ട് മാന്യമായിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാലോ. ആർക്കും മൈക്കിന് വരാം, എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. അല്ല നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം, എന്തും ചെയ്യാം. ഫിഖ് സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിന് PM ചെയ്ത് കൊടുക്കണമെന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കുന്നു. ഏതായാലും നൂറുദ്ദീൻ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന നൂറുദ്ദീൻ നിങ്ങൾക്ക് വേണ്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരവരുടെ മെസ്സഞ്ചർ ലിസ്റ്റിലുള്ള എല്ലാവരെയും പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്യാം. അതിന് പോലും ചർച്ചയ്ക്ക് തയ്യാറാവാതെ, അത് എഴുതാൻ തയ്യാറാവാതെ അവസാനം അവരൊരു വഴി പറഞ്ഞു, അവസാനം രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു. എന്താ വഴി? ഒരു വാദം, ഗതികേടിന്റെ ഒരു വാദം എഴുതി. എന്താ വാദം? മർക്കസിലെ മുടി വ്യാജമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എതിർവാദമാണ് അത്ര. ഒരാളിപ്പോ ഉച്ചയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മറുപടി? എതിർവാദം ഉണ്ടാവുക? ഇപ്പൊ ഉച്ചയാണെന്ന് പറഞ്ഞാൽ അതിന്റെ എതിർവാദം എന്താ? ഇപ്പൊ രാത്രിയാണെന്നാണ് അല്ലേ? അങ്ങനത്തെ അല്ലേ കറക്റ്റ് എതിർവാദം? അതന്നല്ലേ? അങ്ങനെയാണ് എതിർവാദം. ഏത് മന്ദിക്കൊന്നും പഠിക്കണ്ട, മന്ദബുദ്ധി സ്കൂളിൽ പോയാലും അങ്ങനെ തന്നെ പറയാ. പക്ഷേ നമ്മൾ പറഞ്ഞു മർക്കസിൽ മുടി യഥാർത്ഥമല്ല, ഷഹർ മുബാറക് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ എതിർവാദം, മർക്കസിൽ മുടി ഷഹർ മുബാറക് അല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇവരെ ചികിത്സിക്കേണ്ട കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ തന്നെയല്ലേ? ഇതിന്റെ എതിർവാദമാണ് ഇത്ര. കുറെ കൊല്ലം ഇരുന്ന് കിതാബോധി പഠിച്ചെന്ന് പറഞ്ഞു വന്നിട്ട് ഒരുപാട് കുട്ടികൾക്ക് കിതാബോധി കൊടുക്കുന്ന മന്ദിക്ക് തിരിയൂന്ന് പറയുന്നവന്റെ കോലാണ് ഈ കാണുന്നത്. സാധാരണക്കാരന്റെ നിലവാരം പോലുമില്ല. അപ്പൊ നമ്മൾ പിന്നെ അതിന് എതിർവാദം ആയിട്ടില്ലെങ്കിൽ പോലും ഇവര് രക്ഷപ്പെടരുത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവരൊന്ന് കൊടുക്കണം നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ എതിർവാദം ഉണ്ടാക്കാൻ പോയി. ഈ പറഞ്ഞതിന്റെ എതിർവാദം ഉണ്ടാക്കാൻ നമ്മൾ പോയി. നമ്മൾ പറഞ്ഞു മർക്കസിലെ മുടി ഒറിജിനൽ അല്ല ആണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല. അപ്പൊ കുടുങ്ങി ഇവര്. ആ സമയത്ത് അത് പറ്റൂല, ഇത് നമ്മൾ പറയുന്ന വാദം പറ്റൂല. അത്രേ അവർ പറയുന്ന വാദം അനുസരിച്ച്, ആ വാദത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തങ്ങളെ ശരിയായോ? റെഡിയാണോ? അപ്പൊ അങ്ങനെ മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുത്തിപ്പെട്ടു. എന്റെ SSFകാരായ പ്രവർത്തകരെ ഞാൻ മണ്ണാർക്കാട് വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് 21-ാം തീയതി നമ്മുടെ മുതലക്കുളം മൈതാനിയിൽ വെച്ച് കൃത്യമായി കാന്തപുരം വിഭാഗത്തിന്റെ പുതിയ കഷ്ടപ്പാടുകളുടെ കഥകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും മണ്ണാർക്കാട് വിശദീകരിച്ചുകൊണ്ടും വലിയ സമ്മേളനം നടക്കുകയാണ്. നിങ്ങളെല്ലാവരും എല്ലാ ഭാഗത്തും പ്രവർത്തകർ അവിടേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. അതിനിടെ എന്നിട്ട് സാധാരണ ഒരു SSFകാരനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് നമ്മൾ ചോദിക്കുക, മർക്കസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിയാണോ? കണ്ണു പൂട്ടിയിട്ട് സാധാരണ SSFകാർ പറയും അതെ ആണെന്ന് പറയും. എന്നാ പിന്നെ മുസ്ലിംമാരെ നിങ്ങളൊക്കെ ഒന്ന് മാറി എന്നിട്ട് ഈ കുട്ടികളൊന്ന് വ്യവസ്ഥക്ക് പറഞ്ഞൂടെ? നിങ്ങളെക്കാളും ബോധമുള്ളവരവര്.
അതുകൊണ്ട് ചോദിക്കുകയാണ് എസ്എസ്എഫുകാരോട്, നിങ്ങളുടെ നേതാക്കളോട് ചോദിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിയാണതെന്ന് പറയാൻ എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾക്ക് തന്റെ ഇടം വന്നില്ല എന്ന ചോദ്യം ചോദിക്കാൻ അല്പമെങ്കിലും ആർജവം നിങ്ങൾ കാണിക്കണം. അങ്ങനെ ആർജവം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഈ സമുദായത്തിന്റെ ആദർശബോധമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് മ്യൂസിയത്തിലേക്ക് പറഞ്ഞയക്കേണ്ട അത്രയും പഴയ സാധനം, അതിന് വേണമെങ്കിൽ ആസാർ എന്ന് പേരിടാം. നിങ്ങൾ ആസാർ എന്നേ പുരാവസ്തു. ആ നിലയിലേക്ക് എസ്എസ്എഫും എസ്വൈസിന്റെയും ആദർശങ്ങൾ എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണമെങ്കിൽ വന്നോളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് തിരിച്ചു വന്നോളൂ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ കരുതിയത് സമസ്തയുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് സത്യമില്ലെന്നാണ് ദൂരെ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ തിരിച്ചറിയാനും പഠിച്ചറിയാനും ശ്രമിച്ചപ്പോ സത്യം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് ഉണ്ടായത്. അതുകൊണ്ട് അസത്യത്തിന്റെ വാഹകരുടെ ആ കാഫിലക്കൂട്ടത്തെ വലിച്ചെറിഞ്ഞിട്ട് സത്യത്തിന്റെ സന്ദേശവുമായി നടക്കുന്ന സമസ്തയുടെ പാതയിലേക്ക് തിരിച്ചു വരാൻ ഓരോ എസ്എസ്എഫുകാരനും തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ കൈകടിക്കേണ്ടുന്ന ഗതികേട് വരും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ചോദ്യകർത്താക്കളോട് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്, നാളെ കളവ് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾ ചാൻസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ചാൻസ് തന്നുകൊണ്ട് തന്നെ വിളിക്കുന്നത്, മുന്നിൽ 4 കസേരയുണ്ട്, പോരെങ്കിൽ അതാ വേറെ 2 കൂടി പുറത്തുണ്ട്, ഞാൻ 6 ഉണ്ട്. ഏതായാലും നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന അത്ര ആളുകളുടെ എണ്ണമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്, എസ്എസ്എഫുകാർ ചോദ്യകർത്താക്കളായിട്ടുണ്ടെങ്കിൽ നേരെ മുന്നിൽ വന്നു വരിക. ഇടയ്ക്കിടെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കില്ല, ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും. അങ്ങനെ ചോദ്യകർത്താക്കൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടുത്തൊരു എസ്എസ്എഫുകാരനുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചുകൊണ്ടുവന്നാലും പ്രശ്നമില്ല. പിടിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടെ അവരെ മുന്നിലിരുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ചോദ്യം അവർ മൈക്കുണ്ട്, പിന്നെന്താ വേണ്ടത്? ഈ നിലയിലൊക്കെ അല്ലാതെ നിങ്ങളോട് എങ്ങനെ നിങ്ങൾ ക്ഷണിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ എസ്എസ്എഫുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിലാണുള്ളതെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുള്ളവരിൽപ്പെടാനും ആ മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്ന വിശ്വാസമുള്ളവരുടെ, അതിന് നേതൃത്വം നൽകുന്നവരുടെ കൂട്ടത്തിലാവാനുമാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കാന്തപുരത്തെ പോലെയുള്ള തെറ്റായ ആശയപ്രതലങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചിട്ട് വിശ്വാസത്തെയും സമൂഹത്തെയും മുസ്ലിം മുഖ്യധാരയെയും ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കുന്ന ആ വിഭാഗത്തോടൊപ്പവും അത്തരക്കാരോടൊപ്പവും നിങ്ങൾ ചേരരുതെന്ന് ആമുഖമായി ഉണർത്തിക്കൊണ്ട് ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ശംസുൽ ഉലമ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത്. ശംസുൽ ഉലമ ഇന്നും അവിടുത്തെ ആ മഹദ് ഫള് കൊണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും, പ്രബോധന പ്രവർത്തനങ്ങളുടെ, സംഘടനാ പ്രവർത്തനങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും നാം അനുഭവിക്കുന്നത് ശംസുൽ ഉലമയുടെ മഹത്തായ നിയന്ത്രണം കൊണ്ടാണ്. അതുകൊണ്ടാണ് സമസ്തയിലേക്ക് കയ്യും പിടിച്ച് എന്റെ കൂടെ വന്നിരുന്ന ഒരാൾ ഇവിടെ ഞാൻ എത്തിയപ്പോഴേക്ക് അയാൾ ഇവിടെ എത്തിയില്ല. അയാൾ എവിടെയോ വീണുപോയി, എനിക്കറിയില്ല, വഴിയിൽ എവിടെയോ അയാൾ വീണുപോയി. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട മഹാനായ ശംസുൽ ഉലമയുടെ മക്ബറയിൽ ഒരു ദിവസം നമ്മുടെ നേതാക്കൾക്കൊപ്പം അതിന്റെ ചാരത്തെത്തിയപ്പോ ആ വ്യക്തി അറിയാതെ അവിടേക്ക് സിയാറത്തിന് വിളിച്ചപ്പോ അയാൾ മാറി നിന്നു. അയാൾ പറഞ്ഞു, ആളുകൾ കാണും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കയറുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നതിന്റെ പരിണിതിയാണ് അയാളുടെ പിന്നോട്ട് പോക്കെന്ന് എനിക്ക് വ്യക്തമാവുകയാണ്. എന്തുകൊണ്ടാണ്? സമസ്തയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച വലിയൊരു സ്കാനിംഗ് മെഷീൻ ഉണ്ട്, 2 സ്കാനിംഗ് മെഷീനുകൾ. അത് ഒന്ന് പ്രഥമ പ്രസിഡന്റും ഒന്ന് സംഘടനയ്ക്ക് ഊടും പാവും നൽകി സമൂഹത്തിൽ ഏറ്റവും വലിയ ശക്തിയാക്കി തീർത്ത ശംസുൽ ഉലമ എന്ന സെക്രട്ടറിയും കൂടി നിൽക്കുന്ന വരക്കൽ മഖാം എന്ന 2 സ്കാനിംഗ് മെഷീനുകൾക്കുള്ളിൽ കടത്തിവിട്ടിട്ട് അവിടുന്ന് സ്കാൻ ചെയ്ത് പുറത്തുവിട്ടാലല്ലാതെ സമസ്തയുടെ പക്ഷത്തേക്ക് ആർക്കും കടന്നു വരാൻ കഴിയില്ല. ഇവിടെ വ്യാജത്വങ്ങളോ വ്യാമോഹങ്ങളോ കൊണ്ടുവന്നിട്ട് സമസ്ത എന്ന ഈ സത്യപ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് കച്ചവടം നടത്താനോ അല്ലെങ്കിൽ കളവ് പറയാനോ സാധിക്കില്ല എന്ന് തിരിച്ചറിവുള്ളവർക്ക് ചിലപ്പോ ഈ സ്കാനിംഗ് മെഷീന്റെ മുന്നിലെത്തുമ്പോ തിരിച്ചു പിന്നോട്ട് പോകേണ്ടി വരും.
ആ ശംസുല്ലുലമ മഹാനാണ്. ആ ശംസുല്ലുലമ മഹാനായ ശംസുല്ലുലമയെ തെറി പറഞ്ഞവർ, ശംസുല്ലുലമയെ കുറ്റം പറഞ്ഞവർ, അവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശംസുല്ലുലമയ്ക്കെതിരെ ശംസുല്ലുലമയെ തെറി വിളിച്ചൊരാളുണ്ടായിരുന്നു. അയാൾ അവസാനം ശംസുല്ലുലമയെ തെറി വിളിച്ചതിന്റെ പേരിൽ മാത്രം അവസാനം അപഹാസ്യനായി മാറിയതിന്റെ കഥ ഞാനല്ല പറയുന്നത്. സ്വപ്നങ്ങൾ നെയ്തെടുത്ത് കാന്തപുരത്തിന് വേണ്ടി പറഞ്ഞ അതേ പകരഹ്സനി തന്നെ പറയട്ടെ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏതായാലും പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഈക്കയുടെ മുഖത്ത് നോക്കി നായന്റെ മോനെ എന്ന് വിളിച്ചു ഒരു ശൈത്താൻ. ഓനത് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയുമോ? അയാൾ പണക്കാരനാ, പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ചെയ്തതാ. അയാൾ മരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞുപോയി നായന്റെ മോനെ എന്ന് സ്വന്തം മോനെ വിളിച്ചു. പിന്നെ അയാളൊന്നും ചൊല്ലിയിട്ടില്ല, അതോടെ മരിച്ചുപോയി. ആഖിറു കലാം നായന്റെ മോനെ. എന്റെ ഈക്കയുടെ കുരുത്തുകൾ തട്ടി മഹാന്മാരെ പണ്ഡിതന്മാരും പറയരുത്. സ്നേഹിക്കണം, ആദരിക്കണം. അവരൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഏതായാലും ഇതാണ് ശംസുല്ലുലമയുടെ മഹത്വം. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സത്യം പറഞ്ഞിട്ടുള്ളൂ, ആകെ അത് ഈ സത്യമാണ്. ഇതല്ലാത്തൊരു സത്യം അയാൾ പറഞ്ഞിട്ടില്ല. ജലീൽ റഹ്മാനിയുടെ ശംസുല്ലുലമ എന്നുള്ളൊരു സീഡിയും കൂടി ഇവിടെ ഉണ്ട്. അതെല്ലാവരും കേൾക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ട സീഡിയാണ്. വളരെ നന്നായി ശംസുല്ലുലമയെ പരിചയപ്പെടുത്തുന്നു. ഏതായാലും ശംസുല്ലുലമയെ ഇന്ന് ഒരു കാലഘട്ടത്തിൽ ശംസുല്ലുലമയ്ക്ക് പിഴച്ചുപോയി എന്ന് പറഞ്ഞവർ ഇന്ന് വിളിച്ചു പറയുന്നതാ കേൾക്കുന്നത്. ഇനി ഒരാൾ കൂടി പറയട്ടെ, ശംസുല്ലുലമ മഹാനാണ്, പ്രഗത്ഭനാണ്, ശംസുല്ലുലമയെ പോലെ മറ്റൊരാളില്ലെന്ന് പറയുന്നതാരാ? കേരളത്തിൽ ഏറ്റവുമേറെ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയ പേരോട് തന്നെ പറയട്ടെ. അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്തുസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്യത്തുസ്താദ് അവറുകളാണെങ്കിലോ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്യത്തുസ്താദ് അവർ, മറ്റൊന്ന് ശംസുല്ലുലമ ഇ.കെ. അബൂക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽ പെടുന്നവരാണ്. അവിടുത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. അവിടുത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവും ഉണ്ടായതുകൊണ്ടാണ് ശംസുല്ലുലമ യോഗത്തിൽ കയറിയിരിക്കുമ്പോ പുറത്തുനിന്ന് ചുന്നി ചുന്നി നാവിൽ പോരാ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് കോഴിക്കോട് ടൗണിൽ വെച്ച് ശംസുല്ലുലമയെ അപമാനിക്കാൻ ഇദ്ദേഹത്തിന്റെ ഉസ്താദ് കാന്തപുരം നേതൃത്വം നൽകിയത്. ബഹുമാനാണത്രേ. എന്നിട്ടാ ശംസുല്ലുലമയ്ക്ക് ഈമാൻ പോരാ, ബിദ്അത്തുകാരോടൊപ്പാണെന്ന് പറഞ്ഞത്. ഈ കാപട്യത്തെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? ശംസുല്ലുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർ പറഞ്ഞതെന്താ? ശംസുല്ലുലമയെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞവർ അവസാനം ശംസുല്ലുലമയെ കുറിച്ച് ജനങ്ങൾ അംഗീകരിച്ചിട്ട് ജനങ്ങൾ ശംസുല്ലുലമയോടൊപ്പാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അവസാനം ഇവരും തീരുമാനിച്ചു ഞങ്ങളും ശംസുല്ലുലമന്റെ ആളാണ്. നാണുണ്ടോ നിങ്ങൾക്ക് പറയാൻ വേണ്ടി? എന്നാ ശംസുല്ലുലമ മഹാനാണ് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ശംസുല്ലുലമ നിങ്ങളെപ്പറ്റി പറഞ്ഞൊന്ന് കേട്ടോളൂ. ഞങ്ങൾ അസ്ഹാബ് ശിമാലിൽ വരിക, ജമീൻ ആവുക. ആലോചിച്ച് നോക്കൂ. അങ്ങനെ പ്രചാരണം ചെയ്തു. ഒന്നാമത്തെ ഫത്വ, രണ്ടാമത്താമത്തെ പ്രധാന സുന്നികൾക്കാരും ആർക്കും തന്നെ ജായിതല്ല. എന്ത് ജായി? ഖബൂലത്തിൽ കഴിയുന്നെങ്കിൽ ഈ സഹായ സഹകരണങ്ങൾ ഈ ശരീരത്തിന്റെ കാര്യത്തിൽ ചെയ്യൽ ജായിതല്ല. ഫത്വ ഈ ഫത്വ ചെയ്യുന്നവരെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സലാമിന്റെ മസ്ജിദ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇത് സലാമിന്റെ മസ്ജിദ്. ഞാൻ സലാമിന്റെ മസ്ജിദ് എന്താണ് ഇത് മസ്ജിദ്? ആയിരുന്നു കളവുകളിൽ വലിയ അതിർത്തി വന്നു. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലവ് കഴിഞ്ഞാവും അത് തന്നെ കൂടെ ഉണ്ടാവും. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലവ് കഴിഞ്ഞാവും അത് തന്നെ കൂടെ ഉണ്ടാവും. എന്താ ശംസുൽ പറഞ്ഞത്? സ്വാലി സക്കാഫി പറഞ്ഞ അതേ വാക്ക്. സ്വാലി സക്കാഫി പറഞ്ഞില്ലേ നമ്മളെ പ്രവർത്തകരൊക്കെ കഴുതകളാണെന്ന്. ശംസുൽമ പറഞ്ഞെന്താ?
ജനങ്ങളെ മുഴുവൻ കഴുതകളാക്കാൻ സാധിക്കില്ല, കുറച്ച് കഴുതകൾ ഉണ്ടാവും നിങ്ങളെ കൂടെ എന്നാണ്. എന്നിട്ടാണ് ഇപ്പോ ശംസുലുലമയെ പറ്റി നിങ്ങൾ മഹത്വം പറഞ്ഞില്ലേ? നിങ്ങൾ മഹത്വം പറഞ്ഞ ശംസുലുലമയാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇനി തീരുമാനം എടുക്കാൻ നിങ്ങൾ വേറെ എവിടെ പോകണം? ശംസുലുലമ പ്രഗത്ഭനായ പണ്ഡിതനാണ്, നിങ്ങളൊക്കെ ഉസ്താദാണ്. പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെറുതായ അർത്ഥമൊന്നുമല്ലല്ലോ. അത്രയും വലിയ മഹാനായ പ്രഗത്ഭൻ എന്ന് പകരയും പറഞ്ഞു, പേരോടും പറഞ്ഞു. പിന്നെ കേരളത്തിൽ ഇനി ആരാ പറയാനുള്ളത്? അള്ളാന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ആളാണ് പകര. രണ്ടാമത്തത് ദീനിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് മുഴുവൻ വിളിച്ചു പറയുന്ന ആളാണ് പേരോട്. ഇവർ രണ്ടാളും കൂടി തീരുമാനം എടുത്താൽ പിന്നെ വേറെ എവിടെ പോണോ? അപ്പൊ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഇവരിപ്പോ ഇവിടൊക്കെ വന്ന് പ്രസംഗിച്ചെന്താ, കണ്ണിയത്ത് ഉസ്താദിന്റെ ആളാ ഞങ്ങള്, ശംസുലുലമന്റെ ആളാ ഞങ്ങള്, അതുപോലെ പാണക്കാട്ടെ തങ്ങളെ ആളാ ഞങ്ങൾ എന്നാണ് ഇവർ പറയാറുള്ളത്. എന്നാൽ ഇവിടെ വരാമെന്നേറ്റൊരു സാധനമുണ്ട്, വരുമെന്ന് പറയുന്നുണ്ട്. തങ്ങളെ 5 വഹാബ് സഖാഫി, അയാൾ തങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് കേട്ടോളൂ. സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി എന്ന ശൈഖിനെ ആശ്രയിക്കേണ്ടി വരും. സാക്ഷാൽ പാണക്കാട് മുഹമ്മദ് നസീർ ശിഹാബ് തങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്താവന ഇറക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ശൈഖ് പിന്നാമ്പുറത്തിൽ നിന്ന് റിമോട്ട് വെക്കാനല്ലാതെ സാധിക്കാതെ വന്നേക്കാം. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നു, എങ്ങനെയുണ്ട് ഇവര് പറയുന്നത്? ശിഹാബ് തങ്ങൾ ഇവരാളാണെന്നാണ്. ശിഹാബ് തങ്ങൾ ഇവരാളാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഇനി നാളെ വന്നിട്ട് ഇപ്പൊ അത് അയാൾക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും. മൂപ്പര് ഇത് പ്രസംഗം തുടങ്ങി എങ്ങനെയാ, തങ്ങൾ ഇവരാളാണ്, കണ്ണിയത്ത് ഉസ്താദ് ആളാണ്, ശംസുലുലമ ആളാണെന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു. ഇത് വന്നാൽ പിന്നെ ഇനി ബാക്കിയൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇയാളുടെ ഈ പ്രസംഗത്തിന്റെ ബാക്കി കൂടിയുണ്ട്. ഒരു CD മുഴുവൻ പാണക്കാട്ടെ തങ്ങന്മാരെയും മുസ്ലിം നേതൃത്വത്തെയും തെറി പറയുന്ന പ്രസംഗം. ഇയാളും തൊഗാടിയും ഒരുപോലെ, അത്ര നല്ല ചേർച്ച ഇവർ തമ്മിലുണ്ട്. വഹാബിയ തൊഗാടിയ എന്ന് വേണം പറയാം. ആ നിലയിൽ യോഗ്യതയുള്ള, പരസ്പരം യോജിപ്പുള്ള, ഏറ്റവും നല്ല 2 വൃത്തികെട്ട സമുദായത്തിനെ ചീത്ത പറയുന്ന പ്രഭാഷകർ. പിന്നെയോ ഓന്തുപോലും ഇവരെ കണ്ടാൽ നാണിച്ചു പോവും. ഇപ്പൊ തങ്ങളെ ചീത്ത പറയുന്നല്ല കേട്ടത്. അയാൾക്ക് വേദി കിട്ടിയാലോ ഭയങ്കര പ്രസംഗമാണ്, സമസ്ത മോശമാണ്, ശിഹാബങ്ങളെ തടയാൻ പോയവർ നമ്മളാണ്, ശിഹാബ് തങ്ങൾക്ക് നമ്മൾ എതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വരുന്ന ആളാണ് ഇയാൾ. എന്നിട്ട് അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി മീട്ടി. അലയടിച്ചുയരുന്ന സാഗരമേ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ. അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി മീട്ടി. അലയടിച്ചുയരുന്ന സാഗരമേ എന്നു മലയൊലി തീർത്ത സമസ്ത ഇതാ. അങ്ങനെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഞങ്ങളാളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഈ വിഭാഗത്തിനെതിരെ ശിഹാബ് തങ്ങൾ ആരായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് പഠിക്കാം. ഇവരിപ്പോ പറയുന്നതാണ് ശിഹാബ് തങ്ങൾ ഞങ്ങളാളായിരുന്നു. എനിക്കെന്നെ അത്ഭുതം തോന്നുകയാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടത്തേക്ക് വരേണ്ട ആവശ്യമുണ്ട്, അവിടെ തന്നെ നിന്നാ പറയുന്നു. ശിഹാബ് തങ്ങൾ ഇവരാളാണെങ്കിൽ അവിടെ നിന്നാലും ശിഹാബ് തങ്ങളുടെ അവരുടെ ബർക്കത്ത് നമുക്ക് കിട്ടൂലേ? ശിഹാബ് തങ്ങൾ ഒരു കാലഘട്ടത്തിൽ സമസ്തയെ പിളർത്താൻ ശ്രമിച്ച കാന്തപുരത്തിന്റെയും അനുയായികളുടെയും പ്രവർത്തനത്തിനെതിരെ ചന്ദ്രികയിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളെ സമുദ്ധരിച്ച മഹാനായ നേതാവാണ്. അവിടുത്തെ കബറിടം അല്ലാഹു സ്വർഗ്ഗപൂവനമാക്കി നൽകുമാറാവട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ശിഹാബ് തങ്ങൾ പറയാൻ കേട്ടോളൂ. ശിഹാബ് തങ്ങളുടെ ഒരുപാട് പറയാനുണ്ട്, സമയം വൈകിയോണ്ട് ഞാൻ ചുരുക്കി വായിക്കുകയാണ്.
കോഴിക്കോട് ജനുവരി 17 മുസ്ലിം ഐക്യത്തെ അവഗണിക്കുകയും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച നാദാപുരം സംഭവത്തിൽ അക്രമികളായ മാർക്സിസ്റ്റുകൾക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഘടിത വിഭാഗം ശിഹാബ് തങ്ങൾ നൽകിയ പ്രസ്താവനയുടെ ആ യോഗത്തിലെ തീരുമാനത്തിന്റെ വാക്ക് തന്നെ കേട്ടോളൂ. വിഘടിത വിഭാഗം. വിഘടിതരെന്ന് പറഞ്ഞാൽ സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കുന്നവരെന്നല്ല അർത്ഥം. സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെന്നാണ് അർത്ഥം. വിഘടിത വിഭാഗം സുന്നികൾ നടത്തുന്ന യാതൊരു പരിപാടികളിലും മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹകരിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അണികളോട് ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ലീഗ് ഹൌസിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. എപ്പോഴത്തെ ചന്ദ്രിക വേണമെങ്കിൽ SSF-കാരെ പോയി പരിശോധിച്ചു നോക്കിക്കോളൂ. ചന്ദ്രിക 18/1/89. എങ്ങനെയുണ്ട്? ശിഹാബങ്ങൾ നിങ്ങൾ ആളായിരുന്നു അല്ലേ? നിങ്ങൾ ആളായാലും ഇങ്ങനെയാണോ തീരുമാനം എടുക്കുക? നിങ്ങളെ യോഗത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണോ തീരുമാനം ഉണ്ടാവാറുള്ളത്? നിങ്ങളെ യോഗം ചേരുക, എന്നിട്ട് നിങ്ങളെ യോഗത്തിൽ പറയാ നമ്മുടെ എറണാകുളത്ത് നടക്കുന്ന കപ്പലുണ്ടാക്കിയിട്ട് പഞ്ചസാര സംഭാവന വാങ്ങിയിട്ട് മഴ പെയ്തപ്പോൾ എല്ലാം ഒലിച്ചുപോയ ഒരു സമ്മേളനം നടന്നിരുന്നു 40ാം വാർഷികം, അതിലാരും പങ്കെടുക്കരുത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ പറയാം. അപ്പൊ നിങ്ങളുടെ സംഘടന വിഘടിതരാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്. പിന്നെയോ നിങ്ങൾക്ക് വേറെയും വേണോ? നിങ്ങളെന്താ പറഞ്ഞ? ശംസുലുലമ നിങ്ങളാളാണ്. ശംസുലുലമ നിങ്ങൾ ആളായിരുന്നോ? എന്നാ പിന്നെ ശംസുലുലമ നിങ്ങൾ ആളായിരുന്നോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ശംസുലുലമ നിങ്ങളെക്കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട്. ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് നിങ്ങളുടെ യോഗവും നിങ്ങൾ നടത്തുന്ന സമ്മേളനവും മുസ്ലിങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന സമ്മേളനമാണെന്ന് തന്നെയാണ് കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞത്. പുതിയ തലമുറ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുലുലമയുടെയും പേര് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്ന ഈ കളവ് മാത്രം പറഞ്ഞ് പരിചയമുള്ള സമൂഹത്തിന്റെ മുന്നിൽ ഈ സത്യം നമുക്ക് തുറന്നു പറയേണ്ടതുണ്ട്. ജനങ്ങൾ ഇത് പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ജനങ്ങൾ. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു. എന്താ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്? വാഴക്കാട് ഡിസംബർ 3 സുന്നികളുടെ ലേബലിൽ ഒരുപറ്റം തൽപര കക്ഷികൾ എറണാകുളത്ത് നടത്താൻ പ്രഖ്യാപിച്ച സമ്മേളനത്തിന് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആ സമ്മേളനത്തിന്റെ പേരിൽ സുന്നി ബഹുജനങ്ങൾ വഞ്ചിതരാവരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളാളായിരുന്നു അല്ലേ? എന്തപ്പോ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? നിങ്ങൾ ആളായ ആളുകൾ ഈ സമ്മേളനത്തിന് പോവാൻ എന്നിട്ട് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉള്ളാൾ തങ്ങൾ ബർക്കത്ത് കൊടുത്തിരുന്നു എന്നാണ് ഇവർ എഴുതുന്നത്. അതിൽ തന്നെ വ്യക്തമല്ലേ ഇവർ കണ്ണിയത്ത് ഉസ്താദിന്റെ ശത്രുവാണെന്ന്? കണ്ണിയത്ത് ഉസ്താദ് പറയുന്നതിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി അനാവശ്യമായി വിവാദമുണ്ടാക്കുന്നത് ഓറിയന്റലിസ്റ്റ് ശൈലിയാണിത്. ഈ ശൈലി ഉപയോഗിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദിനെതിരെ അറിയാതെ പറയാ ജനങ്ങളുടെ ഇടയിൽ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാ ഉണ്ട്, എന്നിട്ട് പറയാ കണ്ണിയത്ത് ഉസ്താദ് ദ്വാ ചെയ്തല്ല. നേരിട്ട് നമ്മൾ രണ്ട് ചെവി കൊണ്ട് കേൾക്കാണ്. ഇനി കണ്ണൊന്നും കൂടി കേൾക്കണോ? ചെവിയിൽ നമ്മൾ കേൾക്കാണ്. അപ്പോഴും പേരോട് പറയാ അത് കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാ അല്ല, പിന്നെ ആരോ പറയിച്ചതാണ്. അപ്പൊ അതിനു മറുപടി ഉണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വായിൽ. രണ്ടാമത്തെ ദ്വായിൽ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നുണ്ട്, എന്നെ ആരും ചൊല്ലിത്തന്ന് പഠിപ്പിച്ചിട്ട് പറയുന്നതല്ല ഇത് എന്ന് സ്വയം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിനെയും അതുപോലെ ഷംസുലുലമയും ഷംസുലുലമ ഇവരെ പറ്റി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഇത്ര നല്ല പ്രയോഗമൊക്കെ വളരെ മുമ്പ് 10-20 കൊല്ലം മുമ്പ് പ്രയോഗിക്കണമെങ്കിൽ അന്ന് എന്തായിരിക്കണം? അന്ന് പ്രയോഗിച്ച ഞാനൊക്കെ അതിലുള്ള കാലത്താണിത്. പക്ഷെ അന്ന് ഇത്തരം യോഗങ്ങളിൽ ഷംസുലുലമയുടെ യോഗങ്ങളിൽ പോകാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അന്ന് രക്ഷപ്പെടാതിരുന്നത്. അന്ന് ഷംസുലുലമയുടെ മജ്ലിസിൽ പോവാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കണ്ണിയത്ത് ഉസ്താദും ഷംസുലുലമയും ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നവർ ഞങ്ങളെ പണ്ട് എന്തിനാണ് ഷംസുലുലമയിൽ നിന്നും കണ്ണിയത്ത് ഉസ്താദിൽ നിന്നും പിടിച്ചു മാറ്റിയത്? എന്തിനാ? പറയണം മറുപടി നിങ്ങൾ. എന്നിട്ട് ഇതും പറഞ്ഞു നടന്ന ആളുകൾ അവസാനം പറയാണ് കണ്ണിയത്ത് ഉസ്താദ് അതുപോലെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഇവരെ പുറത്താക്കി. കണ്ണിയത്ത് ഉസ്താദാണല്ലോ പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഇവര് സ്വന്തം പോയിട്ട് നമ്മളെ മറ്റേ വക്കീലിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, ചിലപ്പോ അത് അവർക്ക് മോശമായിരിക്കും വക്കീലിന്, അതുകൊണ്ട് അയാളെ പേര് ഞാൻ പറയുന്നില്ല.
കാരണം അയാൾ അന്ന് കരുതിയത് നല്ലൊരു വിഭാഗമായിരിക്കും. ആ വക്കീൽ പറഞ്ഞു കൊടുത്തനുസരിച്ച് പോയിണ്ടാക്കിയ ഒരു സംഘടന, എന്നിട്ട് കുറെ പറഞ്ഞു നടന്നവർ അവസാനം പേരോട് സമ്മതിച്ചു. 26 പേരോടിന്റെ ഭാഷയിലാണ് 26 ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് 6 പേരെ പുറത്താക്കി. പത്രത്തിൽ വന്നിരുന്നത്രേ. അങ്ങനെ ഇത്രയും കാലം എന്താ പറഞ്ഞത്? ഞങ്ങൾ ശംസുല്ലൽമന്റെ ആളാണ്. ആരാ പുറത്താക്കിയത്? ശംസുല്ലൽമ. ആരാ പറയുന്നത് പുറത്താക്കിയത്? പേരോട് തന്നെ. പേരോട് പറയാണ്, ചന്ദ്രിക എടുത്ത് കാണിച്ചിട്ട് വായിക്കുകയാണ്, 6 പേരെ പുറത്താക്കി. അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിപ്പോയില്ലേ? 6. ആ ഒരവസ്ഥയിലേക്ക് പേരോടിന്റെ ആളുകൾ എത്തി. ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് 6 ഉള്ള സംവിധാനം അല്ലാഹു തആല ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സമസ്ത പിളർന്ന ഉടനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നേരമില്ല. ഇത് മലയാള മനോരമയാണ്. 990 ഫെബ്രുവരി 5 തിങ്കളാണ്. ഈ ഏതാ സമസ്ത എന്നാ പറയുന്നത്? ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നും പ്രസിഡന്റ് രമ്യമായി പരിഹരിക്കണമെന്നും സമസ്ത ജംഇയ്യത്തുൽ ഉലമാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി കാന്തപുരം AP പ്രസിയാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചു. അപ്പൊ അന്ന് തന്നെ സമസ്ത ഞങ്ങളതാണ്. അത് ഏതായാലും ആവശ്യമുള്ളൊരു സാധനം വന്നതാണ്. പേരോട് ആവശ്യമുള്ള എടുക്ക് വന്ന് പറയും. 6 തങ്ങളെ. ആ വാർത്തയിലുള്ളത് സമസ്ത ജമാഅത്തുൽ ഉലമ എന്നാണ്. മനോരമയെ കൊടുത്തത് മനോരമക്കാർക്ക് അറിയാതെ ജമിയത്തുൽ ഉലമ അല്ല. അയാൾ കാണിച്ച ക്ലിപ്പിൽ കൃത്യമായിട്ടുണ്ട് സമസ്ത ജമാഅത്തുൽ ഉലമ. എന്നിട്ട് പേരോട് വായിക്കുകയാണ്. മൂപ്പര് സാധാരണ കിതാബിൽ ഇബാറത്ത് വായിക്കുമ്പോൾ തന്നെ കള്ളത്തരം വായിക്കുകയാണ്. അന്ന് എന്തോ മനോരമക്കാർക്ക്, അല്ലാതെ തന്നെ മനോരമക്കാർക്ക് തെറ്റിയതാണ്. അവർക്ക് തോന്നി. അവസാനം അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ അവർ കൊടുത്തു സമസ്ത ജമാഅത്തുൽ ഉലമ. ജമിയത്തുൽ ഉലമ അല്ല, ഏതോ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു ഉലമ. ആ ഉലമ എന്ന് പറഞ്ഞതിനെ വായിച്ചിട്ട് പറയാണ്. എന്നിട്ട് അയാൾ തെളിവ് പറയാണ്, അങ്ങനെ മനോരമയിൽ വന്നതുകൊണ്ട് ഞങ്ങള് യഥാർത്ഥ സമസ്തയെന്നായി. അപ്പൊ മനോരമയാണോ നിങ്ങൾ തെളിവിപ്പം? അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ ചന്ദ്രികയിലെ വാർത്ത എടുത്തു പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ PRD 6. ഏതായാലും പേരോട് പറഞ്ഞതാണല്ലോ. അപ്പോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അത് മാറിയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരും. പേരോട് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പേരോടിന് തന്നെ ലെവലില്ലാത്തതാണ് ഇതിൽ പറയുന്നത്. അത് ബാക്കി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ പേരോട് പറയാണ് ചന്ദ്രി. ഇത്രയും കാലം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്താ പറഞ്ഞത്? പേരോട് അടക്കമുള്ളവരെന്താ പറഞ്ഞത്? ഞങ്ങൾ സമസ്ത പുനഃസംഘടിപ്പിച്ചതാണെന്നാ. പക്ഷെ അതേ പേരോട് തന്നെ ചന്ദ്രിക എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തി. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഇനി ഉള്ള അവസാനത്തെ കഥയും അയാൾ വിളിച്ചു പറയുന്നത്. അയാൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി APക്കെതിരെ പോലും ഇനി പരസ്യമായി തുറന്നു പറയുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. തിരുത്താൻ പറ്റുന്നതെല്ലാം തിരുത്തിക്കൊണ്ട് ഈ വിഭാഗത്തോടൊപ്പം നിൽക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്ന ഒരവസ്ഥ അവസാനം പേരോടിന് വന്ന് പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാപ്പ്, ഞാൻ ഇത്രയും കാലം കാന്തപുരത്തോടൊപ്പം നിന്നത് തെറ്റുപറ്റിപ്പോയി, എനിക്ക് ഞാനും അയാളെ വിശ്വസിച്ചു പോയി. രാമന്തളിയൊക്കെ വിശ്വസിച്ചതുപോലെ രാമന്തളിയൊക്കെ നേരത്തെ വന്നു, ഞാൻ ഒരു 1.5 കൊല്ലം കൂടി ഞാൻ എടുക്കേണ്ടി വന്നു എന്നൊരു പക്ഷേ പേരോട് പറയുന്നൊരു നാള് വരാൻ പോവുകയാണ്. അള്ളാഹു അയാൾക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. പക്ഷെ അയാൾ വരികയാണെങ്കിൽ ഞാൻ വന്ന പോലെ ഒന്നും വരാൻ പാടില്ല. ഞാനൊക്കെ അവിടെ ഒഴിവാക്കിയിട്ട് തന്നെ വന്നത്. അയാൾ ഞാൻ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കിയിട്ട് മൊത്തം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. അല്ലാതെ പോകുന്ന പൊടിയും ചിലപ്പോൾ ആ രോഗം ഉണ്ടാവും. അതില്ലാതിരിക്കണമെങ്കിൽ, കാരണം ഞാനൊരു പ്രവർത്തകനാണല്ലോ. അയാൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അയാളുടെ പ്രവർത്തനങ്ങളെ തെളിവാക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അയാളെ ക്ലീൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ അബദ്ധങ്ങൾ തെളിവാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്ത ആളുകൾ അവസാനം ഇപ്പൊ പറയാണ് 10. ഇപ്പൊ ചോദിക്കുകയാണ് അവരെന്നെ ജനങ്ങളോട്, AP ഉസ്താദിനെ പോലത്തെ ഒരു ഉസ്താദിനെ ലോകത്തോടെങ്കിലും കാണുമോ? എന്നിട്ട് ചോദിക്കുന്ന ആൾ എന്നെ ചോദിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളെ നാട്ടുകാരൻ CM ഇബ്രാഹിമാണ്. അയാൾ ചോദിക്കുകയാണ്, ഒരു സ്ഥലവും
ഒരു സ്ഥലവും ഒരു കൃത്യമായ അഡ്രസ്സും അടയാളവും ഒന്നും പറയാതെ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പിരിവ് നടത്തുന്ന ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? എന്ത് കറക്റ്റാ? പള്ളിയുടെ സ്ഥലം എവിടെയാണെന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോടും ഒഴിവാക്കും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാളെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, കാണിച്ചു തരാൻ പറ്റൂല. പള്ളിന്റെ സ്ഥലം പറഞ്ഞില്ല, ശൂന്യാകാശത്താ ശിലാസ്ഥാപനം നടത്തിയത്. പള്ളിയുടെ പേരിൽ പിരിവ് നടത്തി, ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പിന്നീട് പറഞ്ഞു. പള്ളിയുടെ പേരിൽ റെസീറ്റ് അടിച്ചു, പിന്നീട് പറഞ്ഞു ഞങ്ങൾ റെസീറ്റും അടിച്ചിട്ടില്ല. അവസാനം പറഞ്ഞു പള്ളി തന്നെ ഇല്ല. ഇങ്ങനെ ഒരു ഉസ്താദിനെ CM സാഹിബെ ഞങ്ങൾക്ക് വേറെ എവിടെയും കാണിച്ചു തരാൻ കഴിയൂല. അത് നിങ്ങൾ ഉസ്താദ് തന്നെ, അതുകൊണ്ടല്ലേ ഞാൻ അവിടുന്ന് പോകുന്നത്. ഇനി അവിടെ നിൽക്കണോ എന്ന് തോന്നുന്നൊരവസ്ഥ. എന്നിട്ട് ഈ ഉസ്താദ് എന്താ പറഞ്ഞത്? ഞാനൊരു പിരിവ് നടത്തിയിട്ടില്ല. നമ്മളിവിടെ വായിച്ചില്ലേ, മാതൃഭൂമിയിലൂടെ നമ്മൾ കണ്ടതാണത്. മാതൃഭൂമിയിൽ നമ്മൾ എന്താ കണ്ടത്? ഇയാൾ പറഞ്ഞെന്താ, ഞാൻ പിരിവും നടത്തിയിട്ടില്ല, പള്ളിയും നടത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല, പള്ളിക്ക് വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല, പള്ളി അങ്ങനെ ഒരു പള്ളിയില്ല, എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടായെങ്കിലായി എന്ന് പറഞ്ഞയാൾ പിരിവ് നടത്തുന്ന രംഗം 12. അങ്ങനെ പറയുന്ന രംഗം കൂടി ഒന്ന് കണ്ടോളൂ. ഒരു കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം വകയിലും മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, ആ സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ ഒന്നിനും രണ്ടിനുമൊക്കെ തരുന്നവർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ്. എങ്ങനെ? ഒരു മുസല്ലക്ക് 25,000, 2 മുസല്ലക്ക് 50. മുസല്ല എന്ന് പറഞ്ഞാൽ മുസല്ലന്റെ സ്ഥലം കേട്ടോ, മൂപ്പര് തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഇതിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്താ? ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷെ കാണിച്ചിട്ടുണ്ടാവും. സിറാജ് കൊടുത്ത പരസ്യം, ഒരു മുസല്ല 25,000, 1 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം. ഇത് കച്ചവടമല്ലേ? ഇത് കച്ചവടമല്ലേ? ഇത് ഹോൾസെയിൽ റീറ്റെയിൽ പരിപാടിയല്ലേ? റീറ്റെയിലായിട്ട് ഒരു മുസല്ല എടുത്താൽ 25,000 രൂപ, ഹോൾസെയിലായിട്ട് 1 സെന്റാണ് വാങ്ങുന്നതെങ്കിൽ 1 ലക്ഷം രൂപ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പിരിവ് ഇസ്ലാമിക പ്രവർത്തകർക്കിടയിൽ, പള്ളി മദ്രസകൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഉറൂസ് തീരുമാനിച്ചു, ഒരു ചാക്ക് അരിക്ക് 2,000 രൂപ. അരച്ചാക്ക് എടുത്താൽ നമ്മൾ ഇത്ര 1000 പറയുള്ളൂ, അല്ലാതെ അരച്ചാക്ക് എടുത്തുകൊണ്ട് 1,750 ആവോ? 1 കിലോ എടുത്താലും ആനുപാതികമായിട്ടേ കുറയുള്ളൂ. ഇതെങ്ങനെയാണ്? ഒരു മുസല്ലക്ക് 25,000. നിങ്ങൾ നോക്കൂ, ചിന്തിച്ചു നോക്കൂ, 1 സെന്റിൽ എത്ര മുസല്ല പറ്റും? 10-25 മുസല്ല പോവില്ലേ? ഉണ്ടാവില്ലേ? എനിക്കറിയില്ല കണക്ക്, മൂപ്പരോടെ ചോദിക്കണം. മൂപ്പരനാണല്ലോ റിയൽ എസ്റ്റേറ്റിന്റെ ആള്. ഏതായാലും 4 അല്ല പോവാന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയട്ടെ, സാധുക്കളായ ജനങ്ങൾ, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സാധുക്കൾ, വളരെ സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഞാൻ പറയും അങ്ങനെ തന്നിട്ടില്ല. സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തോടെ ഇൻഷാ അല്ലാഹ് ആ പള്ളി നിലവിൽ വരും. അല്ലാഹു അവരെ തൗഫീഖ് നൽകട്ടെ. എന്തൊരു കഷ്ടം! മൂപ്പര് നിലവിൽ വരൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, നിലവിൽ വരൂല എന്ന് പറഞ്ഞാലും അല്ലാഹു അക്ബർ, പിരിവ് നടത്തൂ എന്ന് പറഞ്ഞാലും അല്ലാഹു അക്ബർ, പിരിവ് നടത്തൂല എന്ന് പറഞ്ഞാലും അല്ലാഹു അക്ബർ. പടച്ചോനെ, ഈ കൗമിനെ നീ തന്നെ നന്നാക്കണേ. ഞങ്ങൾക്ക് കഴിയൂല മുഖാമുഖം നടത്തിയിട്ടൊന്നും ഈ കൗമിനെ നന്നാക്കാൻ. നിങ്ങളിൽ ആരെങ്കിലും അതിനുവേണ്ടി കൂപ്പൺ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്നവരുണ്ടെങ്കിൽ ദൂരെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർക്ക് വേണ്ടി കൂപ്പണുമായി നിങ്ങളെടുക്കലെത്തും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്തവർക്ക് ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ വെച്ച് വരുന്നതാണ്. ആദ്യമായി എറണാകുളത്ത് നിന്ന് ഒരാൾ ഉമ്മർ സാഹിബ് 50,000 ഉറുപ്പിക 2 മുസല്ലയുടെ സ്ഥലമായി വന്നിട്ടുണ്ട്. നേരത്തെ വന്ന് എനിക്ക് അത് തരണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എറണാകുളം ആലുവയിൽ
ഏതെങ്കിലും പള്ളിയിലേക്ക് 50,000 രൂപക്ക് മുസല്ല വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ നിസ്കരിക്കാൻ ജനങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഈ പ്രസംഗത്തിലെ ഈ പിരിവ് നിങ്ങൾ കേട്ടില്ലേ? ചെറിയ സമയം കൊണ്ട് നമ്മൾ പറയാറില്ലേ, മനസ്സ വാച കർമ്മണ പ്രസീറ്റാണ്. ഈ നിലയിൽ എല്ലാം ചേർത്തിട്ടുള്ള പിരിവ് മൂപ്പര് നടത്തിയിട്ടാണ് മാതൃഭൂമിക്കാരനോട് പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ മനുഷ്യനെ ഒരു മതപ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നും ഒരു പണ്ഡിതനാണെന്നും പറയാൻ സാധിക്കുമോ? ചിന്തിച്ചു നോക്കുക. എന്നിട്ടാണ് ഈ അനുയായികൾ പറയുന്നത് ഞങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ, പച്ചക്കളവേ പറയാറുള്ളൂ എന്ന് ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ മൂപ്പര കളവുകൾ എണ്ണിയിട്ട് ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിന് ഒരു 5-6 എഡിഷൻ പാർട്ടുകൾ വേണ്ടി വരും. 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം. അതിന് മാത്രം പറയാറുണ്ട്. ഞങ്ങൾ ബോംബെയിൽ പോയി, ജാലിയൻവാലയുടെ അടുത്ത് പോയി, എന്നിട്ട് SKSSFന്റെ പ്രവർത്തകർ ബോംബെയിൽ പോയിട്ട് എന്തൊക്കെയാണ് അന്വേഷിച്ചതെന്നും അവിടെ എന്തൊക്കെയാണ് ഉണ്ടായതെന്നും ആദ്യം അന്വേഷിക്കാൻ ഞാനും എന്റെ പഴയകാലം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈവിട്ടോടിപ്പോയ ആ മനുഷ്യൻ നൗഷാദ് ഹസനിയും കൂടി ചേർന്നിട്ട് ഞങ്ങള് ജാലിയൻവാലയുടെ അടുത്ത് പോയി. എന്നിട്ട് ജാലിയൻവാലയോട് ചോദിച്ചു, എന്താ SKSF പറഞ്ഞത്? അപ്പൊ ജാലിയൻവാല പറഞ്ഞു തന്നു, കോഴിക്കോട് ലെറ്റർ പേഡ് കാണിച്ചു തന്നു. ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ അവിടത്തേക്ക് ഷെയർ കൊണ്ടുപോവാണെന്നാ പറഞ്ഞത്. ഷെയർ മുബാറക്കെന്നോ എന്തെങ്കിലും പറഞ്ഞാലേ അത് കിട്ടുള്ളൂ. കിട്ടാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ ഇത് കത്തിക്കാൻ വന്നാന്ന് പറയാൻ പറ്റുമോ? എന്താപ്പോ ഇത്? അങ്ങനെ വാങ്ങാനുള്ള തെളിവ് നിങ്ങൾ തന്നെ പറഞ്ഞു തരാറുണ്ട്. സ്വഹാബത്ത് ചെയ്ത അനുഭവങ്ങൾ വരെ പ്രസംഗിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നവരല്ലേ നിങ്ങൾ? ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ക്ലിപ്പ് കൊണ്ടുതരാം. അപ്പൊ അങ്ങനെ പോയിട്ട് ആ വിഷയത്തിൽ ആ വിധത്തിൽ സംസാരിച്ചിട്ട് കൊണ്ടുവന്നു. അത് ഞങ്ങൾ വന്നിട്ട് കാന്തപുരത്തോട് കാരന്തൂർ മർക്കസിൽ നിന്ന് തന്നെ നേരിട്ട് പറഞ്ഞു, ഇങ്ങനെയാ ഉണ്ടായത്, ഇസ്ലാമിക് സെന്ററിലേക്ക് നിന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. മൂപ്പര് ആയിക്കോട്ടെ അത്. അപ്പൊ ഞങ്ങൾ എഴുതിയൊക്കെ കൃത്യമായിട്ട് വെച്ച് മൂപ്പര് അതുപോലെ പറയാൻ പോവാം. മൂപ്പര് നേരെ പോയിട്ട് മൂപ്പര് പ്രസംഗം ദാറുൽ ഹുദയിൽ ഒരു വലിയ കുബ്ബയുണ്ടാക്കി അതിന്റെ താഴെ ഇത് സ്ഥാപിച്ച് നിങ്ങളുടെ പേരവിടെ എഴുതി വെക്കുമെന്ന് ജാലിയൻവാലയോട് പറഞ്ഞു. ഈ മനുഷ്യൻ കളവ് പറയുന്നതിന്റെ പോകും കണ്ട് മുന്നിൽ നിൽക്കുന്ന ഞങ്ങളെ മുന്നിൽ നിന്നാണ് പച്ചയായി കള്ളം പറയുന്നത്. ആ നിലയിൽ കളവ് പറയുന്ന ഈ മനുഷ്യനെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നും അയാൾ ഈ നിലയിലുള്ള ഒരു യഥാർത്ഥ പണ്ഡിതനാണെന്നും പറയാൻ പറ്റുമോ? 13 വാങ്ങിയത് ഞങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദ എന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുപ്പയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്തിനോട് വരെ നിങ്ങൾക്ക് ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എന്തൊരു കളവത്! ഇത് ഞാനിപ്പോ പറഞ്ഞ ചിലപ്പോ പറയൂ എപ്പിക്കാര് അത് രാമന്തലി വെറുതെ പറയാണ്. എന്നാൽ ഞങ്ങൾ അന്ന് തന്നെ ഇത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ പറയുമ്പോൾ കുറച്ച് മാന്യത കാണിച്ചു എന്ന് മാത്രം. ഞങ്ങൾ ഉസ്താദ് കളവ് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞില്ല എന്ന്. അന്ന് ഈ വിഷയം വന്നപ്പോ നൗഷാദ് ഹസനിയോടൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു, ഹസനി എന്താ നമ്മൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇദ്ദേഹത്തോട്, എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ മലപ്പുറത്ത് വെച്ച് നടന്ന അന്നത്തെ വിശദീകരണ സമ്മേളനത്തിൽ വെച്ച് നൗഷാദ് ഹസനി തന്നെ പറഞ്ഞു എന്താണ് യഥാർത്ഥമെന്ന്. കേട്ടോളൂ. ഇവരെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ വെച്ച് ബറക്കത്തെടുക്കാനാണ്, അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ്, അതുകൊണ്ട് നിങ്ങളെ ഷഹർ മുബാറക്കിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ്. ആ സാധു ഒരു ഷഹർ മുബാറക്കിൽ നിന്നല്ല 7 മുളച്ചുണ്ടായ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അയാളെ വേറൊരു കളവാണ്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. 7 കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നിൽ നിന്നും മുളച്ചുണ്ടായത്. എന്താ പറഞ്ഞത്? ആ സാധു ഒരു ഷഹർ മുബാറക്കിൽ നിന്നല്ല 7 മുളച്ചുണ്ടായ ഇതളുകൾ. അതാണ് അത് വേറെ കളവ്. പിന്നെ കളവിന്റെ ഹോൾസെയിൽ ആകുമ്പോൾ കളവിൽ വഞ്ചന പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതങ്ങനെ നടക്കട്ടെ. അപ്പോ അങ്ങനെ കളവ് പറയുന്ന മനുഷ്യൻ കളവ് മാത്രമേ പറയുള്ളൂ. ഇനി ഈ മുടി പ്രശ്നം തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഞാനങ്ങനെ പോവാണ്. അപ്പോ ഇയാൾ തന്നെ ഇയാൾക്ക് ഇത് ബോംബെയിലെ മുടിയാണ്. ഇനി ഗൾഫ് മുടിയുണ്ടല്ലോ, മെയ്ഡ് ഇൻ ഗൾഫ്. ഈ ഗൾഫിൽ നിന്ന് വന്ന മുടി
ഈ മുടിയെക്കുറിച്ച് എന്താ ഇയാൾ പറഞ്ഞത്? ഈ മുടിയെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലുകാരൻ ചോദിച്ചു. ഷെയ്ഖ് അബൂബക്കർ കാന്തപുരം എന്ന് പറഞ്ഞ വലിയ മഹാനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ മുടി കിട്ടിയ ഹസ്രജിക്ക് കുടുംബ പരമ്പരയിലൂടെയാണ് കിട്ടിയത്? അപ്പൊ മൂപ്പര് ഞെളിഞ്ഞിരുന്ന് പറയാണ്, അദ്ദേഹത്തിന് കുടുംബ പരമ്പരയിലൂടെ കിട്ടിയതല്ല. ഒന്ന് കേട്ടു നോക്കൂ. ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്റജി, അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് കുടുംബ പരമ്പരയിലൂടെ കിട്ടിയതല്ല എന്ന് ക്രോസ് ചെയ്യാണ് തിരിച്ചങ്ങോട്ട്. എന്നാ പിന്നെ അതേ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആള് മാറിയിട്ടില്ല കേട്ടോ. ഇയാൾ ഒറ്റ തന്നെ ഉള്ളൂ കേരളത്തിൽ. ഇയാളെ സ്വഭാവം ഉള്ളത് കുറച്ചധികം ഉണ്ടെങ്കിലും ഇയാൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇയാളതാ മറ്റൊന്നിലിതാ പറയുന്നത് കണ്ടോളൂ. റയീസുൽ അൻസാർ, അൻസാറുകളുടെ തലവനായി ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്റജി അവർകൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പിതാക്കന്മാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷെയർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കസിന്റെ ജനലക്ഷങ്ങൾ സമ്മേളിച്ച സദസ്സിൽ പിതാവിന്റെയും പിതാക്കന്മാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷെയർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കസിന്റെ എങ്ങനെയുണ്ട്? ഈ കാന്തപുരത്തെ കസാബ് എന്ന് വിളിക്കാൻ ഞാൻ പറയുന്നില്ലെങ്കിലും അനുയായികൾ വിളിക്കൂല. ഇത് കേട്ടാൽ വിളിക്കണമല്ലോ നിർബന്ധമായും. കാരണം ഇതിനെ അല്ലാതെ പിന്നെ ആരെയാണ് കള്ളത്തരം പറയുന്ന ആളെന്ന് വിളിക്കുക? ഇയാളെ സത്യസന്ധെന്ന് വിളിച്ചാൽ കള്ളന്മാര് പറയില്ലേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആളെ എങ്ങനെ നിങ്ങൾ അങ്ങനെ വിളിച്ചു എന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് എന്റെ SSFകാരാ, ഇയാളെ കണ്ട് നിങ്ങൾ പനിക്കേണ്ട മക്കളെ. ഇതിൽ നിന്ന് വലിച്ചെറിഞ്ഞ്, ഇത്തരം ആളുകളെ വലിച്ചെറിഞ്ഞ് സൈനുൽ ഉലമയെ പോലെ കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള നേതൃത്വത്തിന്റെ പിന്നാലേക്ക് പോര്. എന്തിന് സമയം കളയണം അവിടെ നിന്നിട്ട്? ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ ഒറ്റപ്പെടുമെന്നത് തീർച്ചയാണ്. ആ ഒറ്റപ്പെടൽ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സറിഞ്ഞ് കേൾക്കുകയും രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മനസ്സിലൊരു ക്ലിപ്പിടുക. ഈ ക്ലിപ്പൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടി അവിടെ ഇട്ടോക്ക്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നത് ശരിയില്ല. നിങ്ങൾക്ക് തെളിയും. നിങ്ങൾ അതിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ബോംബെയിലെ ആള് മുടി കൊടുക്കുന്ന ആളായി. അപ്പൊ അയാൾ മുടി കൊടുത്താൽ പിന്നെ അയാൾ മഹാനാവണമല്ലോ. അയാളെക്കുറിച്ച് ഇവരാളുകൾ തന്നെ വലിയെന്ന് വിളിക്കാൻ തുടങ്ങി. അയാളെ പേര് ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്നുണ്ട്. പിന്നെ ഇക്ബാൽ വലി ജാലിയവാല എന്നും പറയാറുണ്ട്. വലിയ എന്നല്ല, വലി ജാലിയവാല. അങ്ങനെ തന്നെയാണ് അയാളെ കുടുംബ പേരാണ്. വലി ജാലിയവാല, വലിയ എന്നല്ല. വലി എന്ന അവരുപയോഗിക്കുന്ന വലിയ, നമ്മൾ ഉപയോഗിക്കുന്ന വലിയല്ല വലിയ. എന്നിട്ട് അയാളെ പിടിച്ചിട്ട് ഉസ്താദിന്റെ ഷേഖ്, ഉസ്താദിന്റെ മറ്റേ ഉസ്താദായിട്ട് ബന്ധപ്പെട്ട മഹാനാണെന്നൊക്കെ പറഞ്ഞപ്പോ പേരോടിനൊന്ന് ചൂടായി. പേരോട് 2-3 കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് പേരോട് തന്നെ സ്വയം ഉണ്ടാക്കിയ ചോദ്യകർത്താക്കളും പേരോട് ഉത്തരം പറയുന്ന പേരോട്, അവിടെ പേരോട് ഉത്തരം പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. 18 കാന്തപുരം ഉസ്താദ് ജാലിയൻവാലയെ ഒരു പ്രഭാഷണത്തിൽ വലിയാണെന്ന് പരാമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരാളെ കൊണ്ട് വലിയാണെന്ന് പറയാമോ? ജാലിയൻവാലയെ അവിടെ ആൾക്കാരൊക്കെ വലിയ വിളിക്കുക. അത് കാന്തപുരം ഉസ്താദ് ആ പേര് പറയുമ്പോ പറഞ്ഞു. അത് ഞാൻ പറയല്ല, അത് ഇവരെ നേതാവ് എന്നെ പറയുന്നത് കേൾപ്പിച്ചേരാ. അയാൾക്ക് വലിയ നാടകം ബോംബെ പറയാൻ വെച്ചുകൊടുത്ത അമ്പലക്കടവ് കൊടുത്ത റിപ്പോർട്ടിലേക്ക് പോയവാലാന്ന് തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേട്ടോ, അപ്പൊ ഇക്ബാൽ വലി എന്ന് അദ്ദേഹത്തിന് ഒരു പേരുണ്ട് എന്ന് എസ്കന്റെ നേതാവ് തന്നെ പറയാം. അപ്പൊ വലിയ നാട് വിളിച്ചു വരുന്നതാണ്. ഒരാളെ പേര് വിളിച്ചു വരുമ്പോൾ അവിടെ അങ്ങനെ വിളിച്ചു വരുന്ന വലിയെന്നാണെങ്കിൽ ഞാനത് വിശദീകരിക്കാൻ അതങ്ങനെ തന്നെ അയാളെ കൊണ്ട് പറയിച്ചത്. വലിയെന്ന് വിളിച്ചു വരുന്ന ഒരാളെ മുർഷിദ് എന്നും, അല്ലെങ്കിൽ ഉസ്താദിന്റെ ഷെയ്ഖായ, അല്ലെങ്കിൽ അയാളുടെ ശിഷ്യനായ ഉസ്താദ് എന്നൊക്കെ പറയണമെങ്കിൽ അതല്പം ഒന്ന് കുറച്ച് വലിയ ആവണ്ടേ?
അല്ലാതെ പേരോട് പറയുന്ന രക്ഷപ്പെടുന്ന വലിയാണോ അത്? പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വലിയാണോ? അടുത്ത് കേട്ടോളൂ, പേരോടിനോട് അതിന്റെ ബാക്കി ചോദ്യം വരികയാണ്. പിന്നെ അപ്പോൾ മുർഷിദാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഇനി ആരോ ഇക്ബാൽ വലി എന്ന് കേട്ടപ്പോ മുർഷിദ് എന്ന് പറഞ്ഞു പോയവരുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കാതെ പറഞ്ഞതായിരിക്കും. അന്തപുര ഉസ്താദ് എന്റെ മുർഷിദായ വലിയാണെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. എന്നാലേ കാന്തപുര ഉസ്താദ് പറയണ്ട. കാന്തപുര ഉസ്താദ് എന്തെങ്കിലും കാര്യം അള്ളാഹു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാന്തപുരം ഉസ്താദിനോട് ചോദിക്കാതെ ചെയ്യില്ലെന്ന് പറഞ്ഞ് തീരുമാനിച്ച് യോഗം ചേർന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പകരെ പോലെയുള്ള കുറെ ആളുകളെ ഇറക്കി വിട്ടിട്ടില്ലേ? നിങ്ങളെ പണ്ഡിത സഭ എന്നുള്ള പേരിൽ ഇത്തരം പല കാര്യങ്ങൾക്കും ചർച്ച ചെയ്ത് ചിലരെ ഏൽപ്പിക്കാറാണ് പതിവ്. പലരെ മദ്ഹ് പറയാൻ ചില ആളുകളെ, കളവ് പറയാൻ ചില ആളുകളെ, സ്വപ്നം കാണാൻ ചില ആളുകളെ, സ്വപ്നം അവതരിപ്പിക്കാൻ വേറെ ആളുകളെ. ആ അവതരിപ്പിച്ച ആളെ കുറിച്ചാ പറയുന്നത്. അറിയാത്ത ചില ആളുകൾ ചിലപ്പോൾ മുർഷിദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. കാന്തപുരം പറയണമെന്നില്ല, കാന്തപുരത്തിന് തിരുത്തിക്കൂടെ? കാന്തപുരം പറയാത്ത പോട്ടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ഞാൻ ചോദിക്കുന്നു, കാന്തപുരം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം കാന്തപുരം ഉസ്താദ് അത് തിരുത്തിയിട്ടുണ്ടെന്ന് പറയാൻ, സമൂഹത്തോട് കാന്തപുരം അത് തിരുത്തി എന്ന് പറയാൻ തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ ഇതുവരെ തിരുത്തിയത്? ഇനി തിരുത്തുന്നത് വേണ്ട, അത് പിന്നെ നമുക്ക് നോക്കാം. ഇനി ചിലപ്പോൾ നാളെ തന്നെ പേരോട് പറയും. കാരണം ഇങ്ങനെ കുടുങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യോത്തരം ഉണ്ടാക്കിയത്. ചോദ്യോത്തരം ആകെ കൊടുക്കാം. പറയട്ടെ, നമ്മുടെ പകര തന്നെ പറയട്ടെ ആരാണെന്നുള്ളത്. സനദ വായിക്കുന്നത്. ഏത് സനദ്? നമ്മളിവിടെ പരിപാടിക്ക് കാരണമായി തീർന്ന എന്റെ പ്രസംഗത്തിൽ ഞാൻ ആദ്യം വായിച്ചു കാണിച്ച് പറഞ്ഞില്ലേ, 42 43 ആളുകളുടെ പിന്നെ സനദിന്റെ ആ പേപ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ? അതാ പകരം വായിക്കുന്നത്. അതിലെ ആദ്യ ഭാഗം കേട്ടു, ഇനി അവസാന ഭാഗം വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് കേട്ടതാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ട് വെല്ലുവിളിച്ചിരുന്നു അന്ന്. ഇതിൽ പറയുന്ന ആളുകൾ പരസ്പരം ബന്ധമില്ലാത്ത ആളുകളാണ്. അവസാനത്തെ 2 ആളുകൾ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. ഒരാൾക്ക് 27 വയസ്സ്, അയാൾ 40 കൊല്ലം മുമ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഈ കണക്കിലെ മാസ്മരികത പറയാത്തവർ ബാക്കിർ വയലിൽ വന്നിനി ആദർശം പറയരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയാൻ പറ്റുമെങ്കിൽ അതിന് മറുപടി പറയണം. പകരം ഇത് ആവർത്തിക്കുന്നു ആ സനദിന്റെ പട്ടിക. അവിടെ അതാ പറയുന്നു അവസാനം, ഉസ്താദും ഈ മുർഷിദ് എന്ന് പറഞ്ഞ ആളുമായിട്ടുള്ള ബന്ധം. കേട്ടോളൂ, അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ആരാണ്? ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണ്. അടുത്ത് വരട്ടെ. ജാലാവാല അല്ല, ജാലിയാവാല ആണ്. ബാക്കി പറഞ്ഞു. കേട്ടോളൂ, അവിടുത്തെ ശിഷ്യനും അവിടുത്തെ മുരീദുമായ ബാക്കി കൂടി അതാ പറയുന്നത്. പേരോട് എന്താ പറഞ്ഞത്? അതാരെങ്കിലും അറിയാത്തവർ പറഞ്ഞതായിരിക്കും. പേരോടിന് സ്വന്തം ദർസ് പോലും ഇല്ല. ദർസ് നടത്തി സ്വപ്നം കാണുന്ന മനുഷ്യൻ ഇയാള്. അയാളാണ് ഒന്നും അറിയാത്ത ആളാന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? മുരീദ് എന്ന് പറഞ്ഞ എന്താ ഉസ്താദെ അർത്ഥം? എന്താ മുരീദ് എന്ന് പറഞ്ഞ അർത്ഥം? നേരത്തെ പേരോട് എന്താ പറഞ്ഞത്? അവരെ വിളിച്ചു വരുന്ന പേരതാണ്. വിളിച്ചു വരുന്ന പേര് മുരീദെന്നോ? അങ്ങനെയാണോ? എന്തൊരു കഷ്ടങ്ങൾ. സമസ്ത മുശാവറ മെമ്പറാണത്ര കാന്തപുരം വിഭാഗത്തിന്റെ. പിന്നെ അതിലുള്ള മറ്റുള്ളവരെ കണക്ക് ചോദിക്കണം. ഇതാ പേരോട്. എന്നിട്ട് ബാക്കിയും കൂടി കേൾക്കാം. ഇയാൾ തന്നെ പറയുന്നുണ്ട്, പച്ചക്കള്ളാണ് ഇവർ പറയുന്നത്. ബോംബെയിലെ ജാലിയവാല ആരാണെന്ന് പച്ചയായി അറിയുന്ന ആളാണ് ഞാൻ. ഇയാൾ ഒന്നുകൂടി പറയാണ്, 21. ഇതേ സ്വപ്നജീവി പറയാം. 200 300 എന്നല്ല,
ഒന്നിലേറെയുണ്ടവിടെ. 200-300 അല്ല, ഒന്നിലേറെയുണ്ടെന്നല്ല, 5000-ലേറെയുണ്ടവിടെ. അല്ല, ഒന്നിലേറെയുണ്ടവിടെ. ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടാറുണ്ടവർ. ഉസ്താദ് അവിടെ ബന്ധപ്പെടാറുണ്ട്. ഇല്ല, ഒരിക്കലും മുമ്പ് ബന്ധമില്ലായിരുന്നു. അവിടുത്തെ എല്ലാ വർഷവും ഉസ്താദിനെ ക്ഷണിക്കാറുണ്ട്. അവിടെ നേർച്ച നടക്കാറില്ല. ഉസ്താദ് ആ സയ്യിദന്മാരോട് പലപ്പോഴും അവർ സയ്യിദന്മാരല്ല, ഒരു മുടിയെങ്കിലും തരുമോ എന്ന് പലപ്പോഴും കേണപേക്ഷിക്കാറുണ്ട്. പക്ഷേ അത് ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കച്ചവടം ആഗ്രഹിച്ചുകൊണ്ടാവാം. കൊടുക്കാറില്ല. അവസാനമില്ല. സ്വഭാവം ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. 4 വർഷം മുമ്പ് 2 ഷഹർ മുബാറക് ഉസ്താദിന് പച്ചക്കള്ളമാണ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. കൊടുത്തു. മാർഹറ ഷരീഫിൽ നിന്നല്ല, ബോംബെയിലെ ചോർ ബസാറിന്റെ തൊട്ടിപ്പുറത്ത് 2ാം നിലയുടെ മുകളിലേക്ക് തകർന്ന് തരിപ്പണമായ കോണിയിലൂടെ കയറിപ്പോയാൽ ഒരു നിസ്കാരം പോലും നിർവഹിക്കാത്ത ജാലിയാവാല എന്ന മനുഷ്യൻ എന്റെ കൂടെ വന്ന് കാസർകോട്ട് നിന്ന് ആദ്യമായി ഒരു വക്ത് നിസ്കരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ട ജാലിയാവാലയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ബാക്കി കൊടുത്തത് മുഹമ്മദ് ജാലിയാവാല എന്ന അവിടുത്തെ സയ്യിദാണ് കൊടുത്തത്. സയ്യിദല്ല, അയാൾ നാടനാണ്, പച്ച നാടനാണെന്ന് തെളിവുകൾ നിരത്തി പറയും. കാന്തപുരത്തിന്റെ അനുയായികൾ ആരെങ്കിലും ഇത് തെളിയിക്കാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള ഏപ്പിക്കാരുണ്ടെങ്കിൽ കടന്നു വരണം. ഇതാ കസേരകൾ ഒഴിവാണ്. ഈ കസേരയിലിരുന്ന് കാന്തപുരത്തിന്റെ ആദർശം ചോർന്നു പോകുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിച്ചു തരാം. തന്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ കടന്നു വാ. പറയട്ടെ, പകരം കൊടുക്കുമ്പോൾ 2 സാക്ഷികളെ നിർത്തിയാണ് കൊടുത്തത്. ആ 2 സാക്ഷികൾ പച്ചക്കള്ളമാണ്. കാന്തപുരത്തിന്റെ കയ്യിലേക്ക് നേരിട്ട് അയാൾ മുടി കൊടുത്തിട്ടില്ല. 2 സാക്ഷികളെയും നിർത്തിയിട്ടില്ല. അത് പച്ചക്കള്ളാണ്. അയാൾ കൊടുത്തത് ആർക്കാ? അയാൾ കൊടുത്തത് ആരിഫ് ബറക്കാത്തി എന്ന കാന്തപുരത്തിന്റെ ശിഷ്യനാണ്. അയാൾ 2 വർഷം തന്റെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് അയാൾ അത് കൊണ്ടുവന്നത്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരും ഉറുദുക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്, ഇൽമിന്റെ അഹ്ലുകാരുമാണ്. ഒരിക്കലും ഇൽമിന്റെ അഹ്ലുകാരല്ല, പച്ച നാടന്മാരായ 2 ആളുകളായിരുന്നു സാക്ഷികൾ. ആ 2 പേരെ സാക്ഷി നിർത്തി. സാക്ഷിപത്രം കൊടുത്തിട്ട് സനദും കൊടുത്തിട്ട് ആ സനദിൽ എന്തപ്പോ കേട്ടത്? 2 മിനിറ്റിനുള്ളിൽ ഇത്ര കള്ളത്തരാ. ഞാനങ്ങനെ പറയേണ്ടി വന്ന അതുകൊണ്ടാണ്. എനിക്കത് ഇഷ്ടമായിട്ട് പറഞ്ഞല്ല, പറയേണ്ടി വന്ന. സത്യം പച്ചക്കള്ളം പറയുന്നത് കാണുമ്പോ ഇത്രയും ആളുകളുടെ കാണുമ്പോൾ പ്രതികരിക്കേണ്ടതില്ലേ? ആ നിലയിൽ പ്രതികരിച്ചത് മാത്രമേ ഉള്ളൂ. ഈ നിലയിലുള്ള ഒരു വിഭാഗമാണ് ഇപ്പൊ അവസാനം പറയാണ് ഞങ്ങൾ ഉസ്താദ് ഭയങ്കര മഹാനായി, ഉസ്താദിന് ഇങ്ങനെ ഇതൊക്കെ കിട്ടിയപ്പോഴാണ് ഉസ്താദ് മഹാനായത് എന്ന് വിളിച്ചു പറയുന്നത്. ഇവരിപ്പോഴാണ് ഇവർ പറയാണ് ഈ ആളുകൾ ഇത്ര കളവ് പറഞ്ഞു. ഉസ്താദ് കളവ് പറഞ്ഞു. ഇത് ഏറ്റവും വലിയ അഖിലേന്ത്യ ഇന്റർനാഷണൽ, അഖിലേന്ത്യ ആക്കണ്ട, ലോകതലത്തിലാണ് മൂപ്പരിപ്പോ. അമേരിക്കയിലും ഇസ്രായേലിലൊക്കെ ഉണ്ടല്ലോ, ലോകത്ത് മുഴുവൻ യൂണിറ്റ് കമ്മിറ്റിയുള്ള സാധനം. അപ്പൊ അയാൾ ആദ്യം കളവ് പറഞ്ഞു. പിന്നെ അയാളുടെ ഏജൻസിയാണ് ഇയാൾ, അതും പറഞ്ഞു. പേരോട് അതിനേക്കാൾ വലുത് പറഞ്ഞു. ഇങ്ങനെ പോയാൽ, ഈ ഒരു അവസ്ഥ വന്നാൽ നമുക്കെന്താ പറയാനുള്ളത്? ഈ ഒരു അവസ്ഥ കാണുമ്പോ ഇവർക്കെതിരെ പ്രതികരിക്കാൻ തോന്നുകയാണ്. അതിന്റെ പ്രതികരണമാണ് എന്നെ പോലുള്ള ആളുകൾ കാണിക്കുന്നത്. ഞാനിങ്ങനെ കുറെ ഇങ്ങനെ ചിന്തിച്ചു, ഇത് മുടി പ്രധാനപ്പെട്ടതല്ലേ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇരുന്നു. ബോംബെയിലെ മുടിയും പിന്നെ നമ്മളെ മെയ്ഡ് ഇൻ ഗൾഫും, ചൈന ആണോന്നറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ മുടിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം യൂട്യൂബിലൂടെ കാണുകയാണ്, പടച്ചോനെ നമ്മളെ മെയ്ഡ് ഇൻ ഗൾഫിന്റെ ആള് ഒരാൾക്ക് മുടി കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? നഫീസത്താത്താക്ക്. ഒന്ന് കണ്ടോളൂ നിങ്ങൾ. الله تعالى والله يشهد عليه ويراه وإني أبرأ إلى المولى عز وجل سيدنا ومولانا محمد وحفظها التثبيت أدعو لي حملها الإنسان لكن نسأل الله أن لا أكون ظلوما ولا جهولا. الله കാന്തപുരത്തിന് കൈമാറി. الله أكبر ما شاء الله. اللهم صل على سيدنا النبي. നഫീസാക്ക കൊടുത്ത്. ما شاء الله. എങ്ങനെയുണ്ട് നഫീസ താത്താക്കേ? നഫീസ താത്ത ആരാന്നുള്ളത് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്ന് അംഗീകരിച്ച് വരട്ടെ. ഇതാരാന്നുള്ളത്, ഈ നഫീസ ആരാണ് എന്ന് നഫീസന്റെ ഒറിജിനൽ ഡ്രസ്സിൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇപ്പോട്ട പച്ചക്കുപ്പായ തുണി അത് ലീഗിന്റെ മെമ്പറെ പോലെ ഇട്ട് വന്നതാണ്. അതല്ല, യഥാർത്ഥം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു തരും. ഇതാണ് കൊണ്ടുവന്ന മുടി. പിന്നെ ഞാനിങ്ങനെ കരുതി, എന്നാലും
മുടി കുറച്ചുകൂടി ബഹുമാനിക്കപ്പെടുന്നതായിരിക്കാം എന്ന് കരുതിയിട്ട് ഈ കൈമാറ്റമൊക്കെ ഇങ്ങനെ കണ്ട് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. എന്താ അടുത്ത ആളാരാ? നമ്മളെ നേരത്തെ വന്ന ആളാണ് CM ഇബ്രാഹിം. കേട്ടോ, 15 കൊല്ലം മുമ്പ് മൂപ്പരിക്കും കിട്ടിയിട്ടുണ്ട്. 15 കൊല്ലം മുമ്പ് എനിക്കും ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാവുന്ന മുമ്പ് ജാമിഅ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദ് സാദ് റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ മരണപ്പെട്ടുപോയി. കുറെ ഉണ്ട്. അത് അയാൾക്ക് കിട്ടിയ രൂപം പറയാണ്. നമുക്ക് അയാൾക്ക് കിട്ടിയെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. ഇത് കണ്ടപ്പോ ഞാൻ ആകെ ഞെട്ടി. കാരണം എന്താ, ഏപ്പിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നഫീസ് താത്താക്ക് കിട്ടിയിട്ടുണ്ട്, ഹമീദ് ഫൈസിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ആലുവ ഷെയ്ഖിന് കിട്ടിയിട്ടുണ്ട്, ജിഷാന് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബഹുമാനപ്പെട്ട എനിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞാൽ നാളെ ക്ലിപ്പാക്കാൻ വരും നിങ്ങൾ ഇങ്ങോട്ട്. വഹാബ് പറയുന്നുണ്ട്, ഞങ്ങൾ ഉസ്താദിന് ഈ മുടി കിട്ടിയത് കൊണ്ടാണ് ഉസ്താദ് മഹാനായത്. ഉസ്താദിനെ എതിർത്താൽ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ, എന്നെ എതിർത്താലും ആക്കിബത്ത് സൂക്ഷിച്ചോളൂ. ഇനി നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയോ? ഏത് മാനദണ്ഡം വെച്ചാൽ നിങ്ങൾ നിഷേധിക്കുക? ഞാൻ കരുതിയിരുന്നു സംവാദ വ്യവസ്ഥയൊക്കെ റെഡിയായിട്ട് സംവാദം നടക്കുകയാണെങ്കിൽ അന്ന് ആ മുടിയായിട്ട് വരണോ? ചോദ്യോത്തരത്തിന്റെ സെഷനിൽ ഉത്തരത്തിന്റെ സമയത്ത് മുടിയായി പോയെന്നിട്ട് മധ്യസ്ഥ തന്നെ ടോർച്ചടിക്കും. ഇതാ നോക്കിക്കോളി. അത് പേടിച്ചിട്ടല്ലേ ഒഴിഞ്ഞു മാറിയത്. വേറെ തെളിവുകൾ വേറെ വരാനുണ്ട്. അപ്പൊ എന്റെ കയ്യിലുണ്ട്, ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ കത്തും തേടി നടക്കേണ്ട പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ മർക്കസിന്റെ കത്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇനി നമ്മളെല്ലാം മാറ്റിയിട്ട് ഒരു ചർച്ചയും വേണ്ട. എന്റെ കയ്യിലുണ്ട് മുടി. ആ മുടി ഒറിജിനൽ ആണോ എന്ന് ചർച്ച ചെയ്യാൻ ഈ നാട്ടിലെ പഴയ ഞാൻ അന്ന് പറഞ്ഞ കുറെ പേരുകളുണ്ട്. ആ പേര് ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം അത് ആവർത്തിച്ചിട്ട് കാര്യമില്ല, ശവത്തിന്റെ മേലെ കുത്തിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാത്തത്. ആ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, തന്റെ അടുണ്ടെങ്കിൽ മർക്കസിലെ മുടിയാ ചർച്ച, അല്ലെങ്കിൽ മർക്കസിൽ കൊടുത്ത ആ മുടി കൊണ്ടുവന്ന കേന്ദ്രം ബോംബെയിലെയും അബുദാബിയിലെയും കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചർച്ച. അപ്പൊ അവിടുന്ന് ഒരു കത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ജില്ലാ കമ്മിറ്റിന്റെ ഒരു കത്തുമായിട്ട് വാ. ഒരു ഉപാധികളുമില്ലാതെ നമുക്കൊരു സ്ഥലത്തിരുന്നിട്ട് എന്റെ കയ്യിലുള്ള മുടി വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ റെഡിയാണോ എന്നാ ചോദിച്ചത്. അപ്പൊ ചിലപ്പോ പറയും അതൊന്നും പാടില്ല. എന്താ പാടില്ലാത്തത്? കത്തിക്കാൻ പാടില്ല, നേരിൽ പരിശോധന നടത്താൻ പാടില്ല, അതുപോലുള്ള ഒന്നും പാടില്ല എന്നാ ഇത്രയും കാലം പറഞ്ഞത്. എന്നാ ഇപ്പൊ ഈ അടുത്ത് പേരോടൊരുക്കിയൊരു സദ്യയുണ്ട്. ഈ ചോദ്യം കണ്ടില്ലേ നിങ്ങൾ? എല്ലാ സ്ഥലത്തൊന്നും ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്, ഔറംഗസീബ് കത്തിച്ചിട്ടില്ലേ, മറ്റേ ആൾ കത്തിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും രാജാക്കന്മാർ ചെയ്തത് നമുക്ക് തെളിവല്ല എന്ന് പ്രസംഗിച്ചതിന്റെ രേഖ നമ്മളെ കയ്യിലുണ്ട്. ഔറംഗസീബിനെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയാ? ഒരു രാജാവ് ചെയ്തതിന് നമ്മൾ തെളിവ് കൊണ്ടുവരാൻ, നമ്മൾ ആ തെളിവ് അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആളുകളോട് ഈ കഴിഞ്ഞ ദിവസം പേരോട് തന്നെ ഉണ്ടാക്കിയ ചോദ്യോത്തരവേദിയിൽ വെച്ചൊരു ചോദ്യം. എന്താ ചോദ്യം? തിരുകേശം നസീമുർ റിയാൽ എന്ന് പേരുള്ള ഒരു മഹാൻ ഒരു കിതാബിൽ പറയുന്നുണ്ട് കത്തിച്ചതായിട്ട്, കത്തിച്ചു നോക്കിയെന്ന് പറയുന്നുണ്ട്. എന്താണ് ഉസ്താദെ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ചോദ്യം. പേരോടിന്റെ ബഹുരസം മറുപടി നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറയുന്നില്ല. 24 തിരുകേശം കത്തിച്ചു പരീക്ഷണം നടത്താൻ പാടില്ലെന്നാണല്ലോ സുന്നിപക്ഷം. പക്ഷേ നസീം റിയാൽ എന്ന കിതാബിൽ കത്തിച്ച സംഭവമുണ്ടല്ലോ, എന്താണ് വിശദീകരണം? കേട്ടോളൂ. കത്തിച്ചു പരിശോധിച്ചതല്ല, ഔലിയാക്കളായ മഹാന്മാർ അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് ഇൽഹാമുണ്ടാവും. അതിന് വഹി എന്നും പറയും. ഏതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹു വഹി അറിയിച്ചു, കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലിട്ടോളൂ, ഞാൻ സംരക്ഷിച്ചോളൂ. അങ്ങനെ പെട്ടിയിലിട്ടു. അതുകൊണ്ട് നമ്മക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലിടാന്ന് അത് തെളിവാവില്ല. അത് പ്രത്യേകമായ ഇൽഹാമു മുഖേന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നസീബ് റിയാദിൽ പറഞ്ഞൊരു മഹാനായ വലിയിന്റെ സംഭവമാണ്. ആ വലിയിന് കറാമത്ത് മുഖേന ഇൽഹാമു മുഖേന അള്ളാഹു തോന്നിപ്പിച്ചതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതൊരിക്കലും നമുക്ക് ചെയ്യാം എന്നതിന് തെളിവല്ല. ഇതിന്റെ വിശദീകരണം ഇതുപോലെ പണ്ടത്തരം പിന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ അത് കൊണ്ടുപോകുന്നില്ല. എന്താ പറഞ്ഞത്? ഇത്രയും കാലം നമ്മൾ ചോദിക്കുമ്പോൾ എന്താ മറുപടി പറയാറുള്ളത്? കത്തിച്ചു നോക്കാൻ വരുന്നത് ഈമാനില്ലാത്തവന്റെ പണിയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണം അനിവാര്യമായി വരുന്ന സമയത്ത് പോലും കത്തിച്ചാൽ അവന്റെ ആഖിബത്ത് പോവുമെന്ന് പറഞ്ഞ് അത് മോശം പരിപാടിയാണ്, മുഅ്മിനിന് ചേർന്ന പണിയല്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഇൽഹാമിലൂടെ വന്ന നിർദ്ദേശപ്രകാരമാണ് കത്തിച്ചത്. അത് കത്തിച്ച് പരിശോധിച്ചല്ല, പിന്നെ കത്തിച്ച് ബർക്കത്തെടുത്തതാ. കത്തിച്ചിട്ട് ബർക്കത്ത് ഏതായാലും എടുക്കൂലല്ലോ കത്തിച്ചിട്ട്.
ഇയാൾ പറഞ്ഞ മറുപടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ. ഒരാൾക്ക് ഇൽഹാമിലൂടെ ലഭിക്കുന്നത് ഹറാമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛമായ കാര്യം ഇൽഹാമിലൂടെ ലഭിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. ലഭിക്കുമോ? പറയട്ടെ പേരോട് മറുപടി. അപ്പൊ ഇത് ചോദ്യം വരുന്നുണ്ടപ്പോ പേരോടാകെ ഇതായിട്ട് പിന്നെ ഈ മൂസാനെ പിന്നെ നൈൽ നദിയിൽ എറിഞ്ഞ സംഭവമൊക്കെ പറഞ്ഞത് അതൊക്കെ നല്ല തവക്കുലുള്ള പണിയാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ അഭിപ്രായം? എന്നാ ഉഷാറായില്ലേ? ഇതിന് പറ്റുന്ന ഒരാളും മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അത് ചെയ്തത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, മർക്കസിലുള്ള മുടി ഇങ്ങോട്ട് വിട്ടേരൂ. മഹാന്മാരായ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇൽഹാമുള്ള ഔലിയാക്കളടക്കം ഇവിടെ ഉണ്ട്. ആരാന്നുള്ളതല്ല, അപ്പൊ കാണിച്ചാൽ നിങ്ങൾ ഇവിടെ കൊണ്ടുതരി. കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കൊണ്ടുവരി, നമുക്ക് പരിശോധിക്കാലോ. ഇത് വന്നപ്പോ വീണ്ടും പണ്ടെന്താ ചോദിച്ചത്? ഔറംഗസീബ് എന്ന രാജാവ്, ആ രാജാവ് കത്തിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ അത് രാജാവല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയുന്ന മറുപടി കേട്ടോളൂ. അതേ പേരോട് മുഗൾ രാജാവായ ഔറംഗസീബിന്റെ കാലത്ത് തിരികേശം കത്തിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഔറംഗസീബും ഒരു വലിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ചെയ്തതും നമുക്ക് അത് ചെയ്യാം എന്നതിന് തെളിവിൽ അദ്ദേഹത്തിന് ഇൽഹാം കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മഹാനാണ് അദ്ദേഹം. എപ്പോഴാണ് മൂപ്പര് വലിയത്? ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു രാജാവ് മാത്രമായിരുന്നില്ലേ? അന്ന് ഞങ്ങളെന്താ പറഞ്ഞത്? വലിയായ ഔറംഗസീബ് രാജാവ്, മഹാനായ ഔറംഗസീബ് രാജാവ്. ഔറംഗസീബ് രാജാവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. തന്റെ പിതാവ് സമുദായത്തെ നശിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട്, ദുർവ്യയത്തിലും അതുപോലെ തമ്മാടിത്തവും സമൂഹത്തെ ഗ്രസിക്കുന്ന വിധത്തിലുള്ള തോന്നിവാസങ്ങളിൽ അകപ്പെട്ടപ്പോ ആ പിതാവിനെ പിടിച്ച് വീട്ടുതടങ്കലിലാക്കിയിട്ട് സമുദായത്തെ രക്ഷിച്ച പാരമ്പര്യം കൂടിയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹക്കീം അസ്ഹരി ഒരുപക്ഷെ ആ വിധത്തിലേക്ക് വളർന്നു വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അള്ളാഹു അതിന് ഹക്കീമിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്ന് സമുദായം രക്ഷപ്പെടും പിടിച്ചു കെട്ടിയാൽ. ഈ വിധത്തിൽ കത്തിച്ചു നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് മറുപടി പറഞ്ഞവർ ഇപ്പൊ പറയാണ് ഇൽഹാമ് കൊണ്ടാണത്, അതുകൊണ്ട് ഇൽഹാം ഉണ്ടെങ്കിൽ പറ്റും. നിങ്ങളെ കൂട്ടത്തിൽ ഇൽഹാമുള്ളവരില്ല എന്നുള്ള ഉറപ്പന്നെയാണ്. പൊന്മളയല്ലേ നിങ്ങളെ വലിയ ആള്? ഇവരോട് ചോദിക്കാറുണ്ട് നമ്മൾ, എന്തിനാണ് നിങ്ങൾ ഈ തിരികേശം ഇത്രയും തിരികേശമല്ല, ഇത് ഒറിജിനൽ അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടു? അപ്പൊ അവര് പറയാറുണ്ട്, ഒരു ശതമാനമെങ്കിലും അത് ശരിയാവാൻ സാധ്യതയുണ്ടെങ്കിലോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പൊന്മള അടക്കം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പണ്ട് പൊന്മളക്ക് ആ ചോദ്യം ഇല്ലായിരുന്നു. ഇപ്പൊ പൊന്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. സംഘടനക്ക് പുറത്തു പോകണോ അകത്ത് നിൽക്കണോ, മുടി വേണോ അല്ല മുടിയില്ലാത്ത ആളാണോ, കഷണ്ടി ആവണോ അല്ല മുടിയുള്ള ആളാവണോ എന്ന ചോദ്യം വന്നപ്പോ പൊന്മള പേടിച്ചിപ്പോ പൊന്മള എന്താ പറയുന്നത്? 1% എന്നിപ്പോ തിരുത്തി പറയാൻ തുടങ്ങി. എന്നാ ഞാൻ ചോദിക്കട്ടെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ലോകത്തുള്ള പല മഹാന്മാരെയും അവർ ഔലിയാക്കളല്ല വ്യാജന്മാരാണെന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. എത്ര നൂറുകണക്കിന് ആളുകളെ വ്യാജനാക്കാൻ അയാൾ ശ്രമിച്ചപ്പോ അതിലൊരംശമെങ്കിലും അവരിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരോ അല്ലെങ്കിൽ അവർ സിക്ർ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുത്തതിന്റെ വഴി നിങ്ങളറിയാത്ത വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുണ്ടെന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് എഴുതുമ്പോ ഇവരൊക്കെ വ്യാജന്മാരാക്കുന്ന സമയത്ത് നിങ്ങളെ കച്ചവടത്തിന് കൊണ്ടുവന്ന ഒരു മുടിയെ വിമർശിക്കുമ്പോൾ മാത്രം ഈ ഒരു ഉസൂല് നിങ്ങൾക്ക് വരുന്നുള്ളൂ? 1% എന്നുള്ളത് 1%മല്ല, ആയിരക്കണക്കിന് ശതമാനം പറയാൻ പറ്റും വിധത്തിൽ നിഷ്കാമകർമ്മികളും ഏറ്റവും ശ്രേഷ്ഠരുമായ ഔലിയാക്കളെയാണ് ഈ മനുഷ്യൻ എതിർത്തത്. എന്നിട്ട് ആ ആളുകളെ ഇപ്പൊ ചോദിക്കുന്നത് 1%. എന്ത് ശതമാനങ്ങൾ പറയുന്നത്? അപ്പൊ ഇവരോട് നമുക്ക് പറയാനുണ്ടെന്ത്? ഈച്ച ഇരിക്കില്ല എന്ന് നിങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പരിശോധന നടത്തിക്കൂടെ? ഈച്ച ഇരിക്കൂല എന്ന് നമ്മളെ ഇവരുടെ ഹാസ്യപ്രഭാഷകനുണ്ട് കൂറ്റമ്പാറ, പേര് പറഞ്ഞ പോലെ തന്നെയാണ്. ആ കൂറ്റമ്പാറ എന്ന മനുഷ്യൻ ഈച്ചയിരിക്കില്ല ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിൽ ഒരു ഭാഗത്തും എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുന്നുണ്ട്. സമയദൗർലഭ്യം കാരണം ഞാൻ ചുരുക്കുകയാണ്. അതുപോലെ നിഴലുണ്ടോ ഇല്ലേ എന്ന ചോദ്യം വന്നപ്പോ നിഴലില്ല എന്ന് തിരുമുടിയാണോ അല്ല എന്നൊരു ചോദ്യം വന്നപ്പോ മുൻകാലഘട്ടത്തിലെ രാജാക്കന്മാരും അതുപോലെ അക്കാലഘട്ടത്തിലെ മഹാന്മാരായ നേതാക്കളും ഒക്കെ ഒരു ടെസ്റ്റ് വേണം ഞങ്ങൾക്ക്, ആ ടെസ്റ്റിൽ നിഴലില്ല എന്നാണ് വരുന്നതെങ്കിൽ അത് ഹബീബിന്റെ തിരുമുടിയാണെന്നും നിഴലുണ്ടെന്ന് വന്നാൽ അത് തിരുമുടിയല്ലെന്നും പറഞ്ഞിട്ട് പരിശോധന നടത്തിയതും നിഴലില്ലാതെ വരികയും അത് തിരികേശമാണെന്ന് തെളിയുകയും ചെയ്തതായി വ്യക്തമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്.
അത് പറഞ്ഞ AP വിഭാഗത്തിന്റെ ആളുകൾ തന്നെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട SSFന്റെയും SYSന്റെയും പ്രവർത്തകരെ, നിങ്ങളുടെ മുന്നിലുള്ളത് വ്യാജമാണെന്ന് തെളിയുന്ന നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇതിന്റെ പിന്നാലെ കൂടി നടക്കുന്നത്? എന്നിട്ട് മർക്കസിലെ മുടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മർക്കസിൽ ഒരു ചെറിയ മുടിയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട് എന്നും 5 എണ്ണം ഉണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ വന്നു എന്നും പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എണ്ണത്തെ പറ്റി ഇപ്പൊ തൽക്കാലം ചർച്ചയില്ല, നീളം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ മർക്കസിലേക്ക് കൊണ്ടുവന്ന സ്ഥലത്ത് 2.5 മീറ്റർ നീളമുള്ളതാണ് ബോംബെയിലുള്ളത്. അതിനേക്കാൾ കുറഞ്ഞതുണ്ട്, അതിനേക്കാൾ വലുതുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വടിയുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ഇനി ടാബ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ കാലഘട്ടത്തിൽ അവിടെ പോയിട്ടൊന്ന് പരിശോധിക്കണം. അതുപോലെ അബുദാബിയിൽ 2.5 അടി നീളമുള്ളത് 1.5 അടിയൊക്കെ നീളമുള്ളതാണെന്ന് നമുക്ക് ചിത്രത്തിലൂടെ നേരിട്ട് കണ്ടവർ നമുക്ക് പറഞ്ഞു തന്ന സത്യങ്ങളാണ്. എന്നാൽ മർക്കസിലുള്ളത് വളരെ ചെറുതാണ്. പക്ഷെ കളവ് പിന്നെയും പറയാണ്, ഇവരെന്നെ കളവ് പറയാണ്. മർക്കസിലുള്ളത് ഉസ്താദ് പോയി പരിശോധിച്ചിട്ട് പറഞ്ഞു 15 സെന്റിമീറ്റർ നീളമുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പരിശോധിച്ചു എന്ന് നെല്ലിക്കുത്തിനോട് വിളിച്ചു ചോദിച്ചത്ര ഒരാള്, എന്താ നമ്മൾ ഉസ്താദെ ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ മുടിയുണ്ടല്ലോ, എന്താ അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ആളൊക്കെ തന്നെയാന്ന് പറഞ്ഞപ്പോ നെല്ലിക്കുത്ത് പറഞ്ഞത്ര, ഞാൻ ഇപ്പൊ ചോറ് തിന്നതിന് ശേഷം പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പരിശോധിച്ചിട്ട് മുമ്പ് പറഞ്ഞത്ര, ഞാനിപ്പം വെയിലത്തെടുത്ത് വെച്ച് നോക്കി, അതിനെ പുറത്തെടുത്ത് വെച്ച് നോക്കിയപ്പോ നേലുമില്ല, 15 സെന്റിമീറ്റർ നീളമുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയാണ് 30. അള്ള പരലോകത്ത് ശിക്ഷ കൊടുക്കൂലെന്നല്ല, ഇക്കൊടുത്ത ചിത്രങ്ങൾ മുഴുവനും നിർമ്മിതങ്ങളായിരുന്നു. നമ്മളെ എത്ര ഉണ്ട് വെച്ചതിന് ശേഷം താഴെക്കണ്ട വെയിലിൽ പിടിച്ചിട്ട് ഇതിന് നേരില്ല എന്നത് ഞങ്ങൾ നേരിൽ കണ്ണുകൊണ്ട് നോക്കി സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് എവിടെയും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞോളി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കിരീടമാണ്. വിശ്വസിക്കുന്ന ആളോ വിശ്വസിക്കുന്ന ആളോ അല്ല, ഞാൻ സംഗതി വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ചെന്നാലതിന്റെ കഥ എന്താണ്, എത്ര ഉണ്ടാ സാധനം, എത്ര വലിപ്പുണ്ടെന്ന്, ഇത് എത്ര ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നേരിൽ ഒന്നുകൂടി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വിവരം പറഞ്ഞുതരാം. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴെ പോയി കണ്ട് ഒന്ന് പറഞ്ഞു, ഒരു 15 സെന്റിമീറ്റർ നീട്ടുണ്ട്. ഇവരെന്നെ പറയുന്നതാണ് 2-3 സെന്റിമീറ്റർ ഉള്ളൂ, ഇയാള് പറയാണ് 15 സെന്റിമീറ്റർ. ഇവർ ഏതാണ് ഈ രോഗം? ഇവരുത് പരസ്പരം തമ്മിൽ തലതല്ലി കീറുന്ന സ്വഭാവം. ഒരാൾക്കൊരു അഭിപ്രായം, മറ്റൊരാൾക്ക് വേറൊരാൾക്ക് വേറൊന്ന്. നമ്മൾ സാധാരണ പറയാറില്ലേ, ക്ലോക്ക് നന്നാക്കുന്നവന്റെ കടയിലെ ആ ക്ലോക്ക് നന്നാക്കുന്നവർ അതേ അവസ്ഥ. 9 മണി എന്ന് പറയുന്ന പേരോടും 12:15 എന്ന് പറഞ്ഞ് ആ കോലത്തിൽ നിൽക്കുന്ന പൊന്മളിയും 24 മണിക്കൂർ പൂർത്തിയാക്കുന്ന ഈ സാധനങ്ങളൊക്കെയാണ് ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ചുള്ളത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇതാ പറയുന്നോട്ട് 15 സെന്റിമീറ്റർ. വെയിലിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോ വെയിലിൽ നിന്ന് എന്ത് കണ്ടു? നേലില്ല എന്ന് ഉറപ്പായി കണ്ടു. പിന്നാലെ മറ്റേ പറയുന്നുണ്ട്, എന്ത്, ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് യാതൊരു നേലും ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. കളവും ഇത്തരം കാര്യങ്ങളും പറയുന്ന ഇവരെ പിടികൂടിയ ഒരു പ്രദേശത്തിന്റെ പരിസരമായത്. ഉപ്പിനങ്ങാടിയും അതുപോലെ പുത്തൂരുമൊക്കെ വന്നിട്ട് സ്ഥിരമായി ഇവർ പലതും പ്രസംഗിച്ചു പോകാറുണ്ടെങ്കിൽ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ വെച്ച് SYS എന്ന ഇവരുടെ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി നടത്തിയ ക്യാമ്പ്, ഇത് ലോക്കൽ ക്യാമ്പല്ല, ഒരു ജില്ലാ കമ്മിറ്റി ക്യാമ്പിൽ വെച്ച് ദേവർശോല സഖാഫി എന്ന് പറയുന്ന പൊന്മളയുടെ ശിഷ്യൻ പ്രസംഗിക്കുകയാണ്. ഞാൻ ഉപ്പിനങ്ങാടി ഭാഗത്തുള്ളവരോടിട്ട് അവിടെ പോയിട്ട് പ്രസംഗിച്ചപ്പോ ഉള്ളാൾ തങ്ങൾ ഒരു കറാമത്തിനെ കുറിച്ച് പറയാൻ ഒരു ബഡായി പറയാറുണ്ട്. ആ ബഡായി കോടി നിങ്ങൾ കേട്ടോളൂ. അതിവിടെ സാന്ദർഭിക, നിങ്ങൾ കേട്ടതാണെങ്കിലും ഞാൻ SSFകാരോട് ഈ പരിസരത്തൊന്ന് ചോദിക്കുകയാണ്, ഉപ്പിനങ്ങാടിയും പരിസരത്തും എവിടെയെങ്കിലും ഈ ബഡായി കറാമത്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ അങ്ങനെ തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് മുതൽ നിങ്ങൾ കൂടെ നമ്മളും വരും. കറാമത്ത് എന്താന്ന് കേട്ടോളൂ. അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പിനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ ഈ CD ഇറക്കിയത് SYS സ്റ്റേറ്റ് കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂര്യ, മൂര്യ നമ്മൾ
മൂരിന് പുറത്തു പറയണ്ട, പക്ഷെ മൂപ്പരിപ്പോ അകത്താ പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞു ഒരു മൂരി സ്വാഗതം പറയാം, അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാലിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാന്, ഉസ്താദിനെങ്ങനെ കുത്തുന്നുണ്ട്, ഏത് ഉസ്താദെങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല, പെട്ടെന്നങ്ങ് പോയി റഷ്യയിലേക്കങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ എ പി ഉസ്താദ് ഇരിക്കുമ്പോ അവര് തമാശക്കൊന്നും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, എ പി ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പ താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ ബാദിന് ഒരു മുസ്ലിയാരെ നിൽക്ക് ഞാനവിടെ വരേണ്ടത്. മൂപ്പരെ സൂക്ഷിക്കണം, മൂപ്പര് മുസ്ലിയാർ എന്ന് പറഞ്ഞു വരും. ഇത് സക്കാഫിയാണ്, ഏപ്പിന്റെ സ്വന്തം ആളാണ്, സൂക്ഷിച്ചോളി. അതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാത്ത വിളിപ്പിച്ച വേണ്ട, അതിനവിടെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് നമ്മളെ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാദ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതി ഏതാ തിരിഞ്ഞത്. മൂപ്പര് പട്ടികജാതിയാണ്, അത് അറിയില്ല. അങ്ങനെ ആക്കിക്കൊണ്ടുപോയത്. അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കടാവിടെ, താജുലുമല്ലേ ഇരിക്കടാ. അപ്പൊ ഈ മൂതി എന്താ പറഞ്ഞറിയോ, തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. എപ്പോഴും നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയില്ല കേട്ടോ, ഇന്നവിടെ നിൽക്കടാ. നിൽക്കടാന്ന് പറഞ്ഞപ്പോ അങ്ങനെ നിന്ന് പോയത്രയാള്. പിന്നെ ഇരിക്കടാന്ന് പറഞ്ഞപ്പോ ഇരുന്നു. മൂപ്പരിപ്പോ പറഞ്ഞടാന്നല്ലാതെ കേട്ടടാന്നുള്ള ഒരാളില്ലേ ഇവിടെ ഇപ്പോ, ഒരാളുമില്ല. ആ വിധത്തിലേക്ക് പച്ചക്കള, ഞാൻ പറഞ്ഞില്ലേ, ഉസ്താദ് കളവ്, ശിഷ്യന്മാർ കളവ്, അവിടുത്തെ സെർവൻസ് കളവ്, അവിടുത്തെ പ്രിൻസിപ്പാൾ കളവ്, എല്ലാം കള്ളത്തരം. ഇങ്ങനെ കളവ് പറഞ്ഞ് നാട് മുഴുവൻ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയല്ലാതെ ഇവരെന്തിനു പറ്റൂന്ന് പേരോട് പറഞ്ഞുതരും. ഇവിടെ ആരാ നമുക്ക് മറുപടിയായിട്ട് വരുന്നതെന്ന് പറയുന്നത്? വഹാബ് സഖാഫി. എന്തിനാ വഹാബ് സഖാഫി വരുന്നത്? പേരോട് പറയട്ടെ, അത് പേരോട് നമ്മൾ വിട്ടുകൊടുത്തു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആ നേരത്തെ ക്ലിപ്പ് ഒന്നുകൂടി പൂർത്തിയാക്കിയിടാം, എല്ലാവർക്കും ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ചുരുക്കിയതായിരുന്നു. ഉസ്താദിയുടെ പ്രസംഗം നടക്കാനുണ്ട്. കറാമത്ത് ബാക്കിലുള്ളത്, ഞാൻ പിന്നെ ചുരുക്കിയാണ്ട് പറഞ്ഞു. അതന്നെ മംഗലാപുരം ഭാഗത്താണ്. അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാട്. ഈ താജുൽ ഉലമ ഇരിക്കുക, എ പി ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉള്ളാത്തകളാത്ത വിളിപ്പിച്ച വേണ്ട. അങ്ങനെ താജുൽ ഉലമ അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കടാവിടെ, താജുൽ ഉലമല്ലേ ഇരിക്കടാ. അപ്പൊ ഈ മൂതി എന്താ പറഞ്ഞറിയോ, തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. എപ്പോഴും നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയില്ല കേട്ടോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്ത. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയുമോ? ഇരിക്കാൻ കഴിയുണ്ടോ? സ്വാഗതം കഴിഞ്ഞു, ഇവനങ്ങനെ നിൽക്ക, ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ? ഉപ്പാപ്പാന്നൊറ്റ വിളി ആ സഭീന്, ഉപ്പാപ്പാന്ന് ഉണ്ടായിരിക്കട അവിടെ. അല്ലോ അപ്പൊ അവിടെ ഇരുന്നു. താജുലുമന്റെ ചൂട്ടിലൊക്കെ ഇരിക്കുക. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, കള്ളമാണ് പറഞ്ഞ പ്രവർത്തകരെ, ഇയാള് സത്യം പറയാറില്ല, ഇവരെ ഗ്രൂപ്പുകാരും സത്യം പറയാറില്ല. ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് നമുക്ക് തക്ബീർ ഇല്ലാണ്ടൊന്ന് വരാൻ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് മറുപടി പറയാൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകർക്ക് മറുപടി പറയാൻ വേണ്ടി ഏതോ ഒരാൾ ഇവിടെ വരുന്നത്ര. ആ വരുന്നയാളെ നമുക്ക് തക്ബീറിൽ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പൊ തന്നെ. അയാൾ എന്തിനാ വരുന്നതെന്ന് അയാളുടെ നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയാൻ പോവാണ്. ഒന്ന് തങ്ങളെ ഒന്ന് പറയട്ടെ. പൊന്നോസ്താവ് എപ്പിസ്ഥാൻ കിട്ടേണ്ട പക്ഷേ അതൊക്കെ ഞാൻ ഇന്ത്യക്ക് കിട്ടിയ ക്ലിപ്പുകളാണ്. ആ ക്ലിപ്പിൽ ആ ക്ലിപ്പിൽ എന്തായിട്ടുള്ളതെന്നോ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലിപ്പ് കൊടുത്തോണ്ട് ഇന്ത്യക്ക് ലോകക്കോട് കൈമാറി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഓരോരുത്തർ വേർതിരിച്ച് ചോദിച്ചു. അത് ആരൊക്കെയാണെന്ന് പറയുന്നില്ല. അത് ഞാൻ കൊടുക്കാത്ത ചില ആളുകളുണ്ട്.
അതെല്ലാരും ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്റെ രോഗി ഡോക്ടറെ മുമ്പ് രോഗം മറിച്ചു ഇനി എന്തൊക്കെ മറിച്ചു കിടക്കാം ഞാൻ ഇന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ പറയുന്നത് ഇന്നെ വെറുത്തിട്ടേയല്ല ഇന്നെ അകറ്റാനുമല്ല ഇന്നെ രക്ഷപ്പെടുത്തണം വെക്കുമ്പോൾ എന്നെ തന്നെ ഇന്ന ആഹ്റമേ ഇത് ദുന്യാവല്ല ദുന്യാവ് കഷ്ടപ്പെടുന്നു നമുക്കുണ്ടാകുന്നത് ഞാൻ സത്യം പറയാം അപ്പൊ അത് എവിടെ ലക്ഷ്യം അടിസ്ഥാനപരമായ ലക്ഷ്യം സമസ്തമാണ് അതിന് പൊന്മടയാണ് പ്രധാനമായിട്ട് എന്നോട് പൊന്മടയാണ് ഏറ്റവും വെറുപ്പ് എന്താ വെറുപ്പിന്റെ അടിസ്ഥാന കാരണം സംഘടനയോ ഇവരെ തുള്ളാൻ പറ്റിയ ആരാ അഹ്സനി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കൂട്ടിച്ചുടക്കണം എന്ത് അഹ്സനിയും വഹാബും നാട് കുട്ടിച്ചോറാക്കാൻ ദിവസവും ക്ലിപ്പ് ഇട്ട് നാട് കുട്ടിച്ചോറാക്കാനാണ് നടക്കുന്നത്. എന്തിനാ ഇവിടെ വഹാബ് അഹ്സനി വഹാബ് വരുന്നത്? വഹാബ് എന്തിനാ ഇവിടെ വരുന്നത്? ആരാ പറഞ്ഞത്? പേരോട്. ഇനി ആ മനുഷ്യന് നാണമുണ്ടെങ്കിൽ മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളാളത്ത് സിയാർത്തും ചെയ്ത് തിരിച്ചങ്ങോട്ട് തന്നെ പോലല്ലേ വഹാബ് സഖാഫി നല്ലത്? പേരോട് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കണോ നിങ്ങൾ? ആ നിലയിലേക്ക് ഇനി നമുക്ക് ഒരു സംശയം ബാക്കിയുള്ളൂ. 36 ഒരു സംശയം ബാക്കിയുള്ളൂ. ഇത്രയും കേട്ട സ്ഥിതിയിൽ എന്താ സംശയം അയാൾ പറയട്ടെ. കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ആണോ അല്ലേ? ചെറിയൊരു സംശയം മാത്രം. പണ്ടൊരാൾ പറഞ്ഞു, വലിയൊരു അപകടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇനി ഒരൊറ്റൊന്നേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന്റെ തല അവിടുന്ന് കിട്ടിയോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കണം. അതുപോലെ എല്ലാം റെഡിയാണത്രേ. എന്നാ പിന്നെ ആണോ അല്ലേ എന്നൊന്ന് പരിശോധിക്കണം. എന്നാ സുഹൃത്തുക്കളെ ആണോ അല്ലേ എന്ന് കേൾക്കാനല്ലേ ഞങ്ങൾ മണ്ണാർക്കാട് വന്നത്? അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ആണുമല്ല പെണ്ണുമല്ല. ഈ നിലയിൽ ഓടി രക്ഷപ്പെട്ടവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ കഥ പോക്കാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞൊരാൾ വളർന്നു വന്ന് കേരളം മുഴുവൻ വേണ്ടാത്തരം പ്രചരിപ്പിച്ചപ്പോ നിങ്ങളെ കേരള യാത്രയുടെ വേദിയിൽ തന്നെ വന്ന് നിങ്ങളുടെ കേരള യാത്ര അനുഗമിച്ചിട്ട് കേരളം മുഴുവൻ കണ്ടുമടുത്തപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സമ്മേളന വേദിയിലുണ്ടായിരുന്ന നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നിങ്ങൾ വീരല്യൊണ്ടൊന്നല്ല ഞങ്ങളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്, നിങ്ങൾ പ്രശംസിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്തായാലും നിങ്ങൾ ഉസ്താദ് ഞാൻ പറയുന്ന ഇയാളാണ് എന്ന് ഞാൻ പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. അതെന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്. അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. അപ്പൊ കാന്തപുരം എന്ന് പറയുന്നത് കേരളം മുഴുവൻ, കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിക്കഴിഞ്ഞു. ആ മാറ്റം തക്ബീറാണ്, ഫുള്ള് കേട്ടോളൂ. ഞാൻ കുറച്ചും കൂടി കടത്തി പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മൾ ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണത്? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകേതി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. എങ്ങനെയുണ്ട്? അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്? ഇതൊക്കെ കേട്ടപ്പോ, നമ്മൾ ഈ പ്രസംഗമൊക്കെ കേട്ട് തെളിവുകളൊക്കെ കേട്ടപ്പോ മൂപ്പർക്ക് തോന്നിയത് അങ്ങനെ പറയാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിന് നിയുക്തനായോ ആ നിയുക്തനായ കാരണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ശത്രു വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം
ഈ മനുഷ്യനോടാണെന്ന് പറഞ്ഞാൽ ഇസ്രയേലും വിളിക്കും കൂടെ, അതുപോലെ മോഡിയും വിളിക്കും കൂടെ, മറ്റു പലരും കൂടെ വിളിക്കുമെന്ന് തെളിയുകയാണ് സ്വന്തം വേദിയിലിരുന്ന്. അയാൾ ആദ്യമായിട്ട് പറയല്ല, ഇത് ഞാൻ ഇറക്കിയ CD അല്ല, ഇതിറക്കിയത് ഔദ്യോഗികമായി കാന്തപുരത്തിന്റെയും പേരോടിന്റെയും പൊന്മളയുടെയും നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇത് പുറത്തിറക്കിയത്. രാമന്തര CD കച്ചവടം നടത്തിയതല്ല, ഇത് പേരോട് കച്ചവടം നടത്തിയ CD. ഇത് പേരോട് കച്ചവടം നടത്തിയ CD യാണ്. ഇനി എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഇത് കണ്ടപ്പോ പേരോടിന് തന്നെ തോന്നി, ഉസ്താദിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉസ്താദ് മോശമായി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പേരോട് ഉസ്താദിനൊരു ഉപദേശം നൽകുകയാണ്. 41 കേട്ടോളൂ. ഇടയിൽ ഒരു വർഷം കഴിഞ്ഞ് പിന്നീട് കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളിൽപ്പെട്ട ഒരു വാചകമാണ്, എന്താണ് ഈ ലോകത്ത് ചെയ്യുക? ഡോക്ടർമാർ രോഗികളായി പോയാൽ എന്താണ് സംഭവിക്കുക? ഡോക്ടർമാർ ഒരിക്കലും രോഗികളാകാൻ പാടില്ല. ഡോക്ടർമാർ മറ്റുള്ളവർക്ക് മരുന്ന് നൽകേണ്ടവരും ഒരാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ്. എന്നാൽ വാസ്തവത്തിൽ ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളതാണ് ആത്മാവ്. ആത്മാവിന്റെ ഡോക്ടർമാർ അത്ബാഉൽ ഖുലൂബ്, അത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ എപ്പോഴും പാണ്ഡിത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അവർ ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പാണ്ഡിത്യത്തോട് ചേർന്നതായിരിക്കണം. മറ്റുള്ളവരെ സംസ്കരിച്ചെടുക്കാനുള്ള ഇത് പേരോടിന് ബോധ്യപ്പെട്ടപ്പോ പറഞ്ഞ് തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 കൊല്ലാവുമ്പോ മൂപ്പർക്കും വരാം. മൂപ്പര് ഇതൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ഇൻഷാ അല്ലാഹ് മൂപ്പര് ശരിയാവും. അപ്പൊ മൂപ്പർക്ക് ബോധ്യപ്പെട്ടപ്പോ മൂപ്പര് പറഞ്ഞു 42. മൂപ്പര് വീണ്ടും ഇതിങ്ങനെ ബോധ്യപ്പെട്ടപ്പോ, എന്താ ബോധ്യപ്പെടാൻ കാരണം? ഏപ്പിന്റെ ചില പ്രസംഗം കേട്ടിട്ടാണ്. എന്താ പ്രസംഗം? കേട്ടോളൂ. ഇനി കുണ്ടൂർ ഉറൂസ് ഇങ്ങനെ ഇനിതാ ഇൻഷാ അല്ലാഹ് SSFന്റെ 40ാം വാർഷിക സമ്മേളനം വരുന്നു. അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും, യാതൊരു സംശയവും ഇല്ല. ഇത് കേട്ടപ്പോ പേരോടിന് പിന്നെയും പ്രശ്നമായി. കാരണം നേരത്തെ എന്തിനാ ഉപദേശിച്ചത്? ഡോക്ടർ രോഗിയാവാൻ പാടില്ല, മുഅ്മിനീങ്ങളെ കുറിച്ചാ പറഞ്ഞത്, ചത്തുപോകും. ഇത്തരം തെറികൾ വിളിച്ചപ്പോ പേരോടിന് പിന്നെയും ചൂടായി. പേരോട് പിന്നെയും പറയാണ് 44. കുട്ടികളെ, ചക്ക കെട്ടാൽ കുറെ ഭാഗം നമുക്ക് മുറിച്ചെടുത്ത് അതിൽ നിന്ന് ഉപയോഗത്തിന് കിട്ടും. പക്ഷേ മുട്ട കെട്ടാൽ അങ്ങനെയല്ല. അതിന്റെ നാശം വളരെ അപകടകരമാണ്. വളരെ ദൂരെ കൊണ്ടുപോയി മാറ്റേണ്ടി വരും. ഇതുപോലെയാണ് സാധാരണക്കാരും പണ്ഡിതന്മാരും. സാധാരണക്കാർ മോശമായാൽ ചക്ക കെട്ടതുപോലെയാണ്. അവരുടെ ജീവിതത്തിൽ കുറെയൊക്കെ നല്ല ഭാഗമുണ്ടാകും. അതേസമയത്ത് പണ്ഡിതന്മാർ ചീത്തയായാൽ അത് മുട്ട കെട്ടതുപോലെയാണ്. അതിന്റെ നാശം എല്ലാ സ്ഥലത്തും ദുർഗന്ധം വമിക്കും. എല്ലാ സ്ഥലത്തും ദുർഗന്ധം വമിക്കുന്നത് SSF എന്ന പേരിലാകും. ചിലപ്പോ വരുന്നത് സുന്നി സമ്മേളനം എന്ന പേരിലാവും അവരുടെ കീഴിൽ. അതുകൊണ്ട് കരുതിയിരിക്കാൻ മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നേതാവ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മോട് ഉണർത്തുകയാണ്. ഇവിടെ നമുക്ക് കെട്ട മുട്ട നമുക്ക് വേണ്ട, കെട്ട ചക്ക നമുക്ക് വേണ്ട. കെട്ട ചക്കയും മുട്ടയും ഒന്നുമില്ലാതെ ആത്മീയതയുടെ സൗരഭ്യം വിതറുന്ന സ്നേഹോഷ്മളമായ സന്ദേശങ്ങൾ നൽകുന്ന ഹബീബിന്റെ താവഴിയിലെ 40ാമത്തെ പരമ്പരയിലെ പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് പറയുന്നത് നമുക്ക് കേൾക്കാം. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും എല്ലാം ആ താടിയും ഇന്ന് ഇവിടെ പുതിയ വിവാദമായി കൊണ്ടുവന്ന ആ മുടിയുമായി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജനം പുറംകാലുകളെ കൊണ്ട് ചവിട്ടി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാചകം മുസ്ലിം കേരളത്തിന്റെ എന്നല്ല, മുസ്ലിം വിശ്വാസം ഉൾക്കൊള്ളുന്ന മലയാളം തിരിയുന്ന ആർക്കും ഉൾക്കൊള്ളാവുന്നതാണെന്ന് മാത്രമല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇവരോട് വിശ്വാസത്തിന്റെ പേരിൽ വഞ്ചനയും കച്ചവടവും നടത്തുന്ന ഈ വിഭാഗത്തോട് നമുക്കൊരു കോംപ്രമൈസുമില്ല, ഇവരോട് നമുക്ക് ഐക്യമില്ല, ഇവരോട് അയഞ്ഞ സമീപനമില്ല, ഇവർക്കൊപ്പം നമ്മളില്ല എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വീണ്ടും പറയുന്നു. അവരെല്ലാം തീർച്ചയായിട്ടും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണിതെന്ന്
ഇവിടെയുള്ള വിഘടിതർ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അവരുടെ എല്ലാ ഷർറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം. ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വാചകമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ ഇപ്പോൾ കാണാൻ നമുക്ക് സാധിക്കില്ല. ഹബീബിന്റെ താഴ്വാരത്തേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ കാന്തപുരത്തിന്റെ കൈപിടിച്ചാൽ എത്തില്ലെന്ന് ഒരുപാട് 26 കൊല്ലം കൈപിടിച്ചപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് ഗുജറാത്തിലെ മോഡിയുടെ മുന്നിലേക്കാണ്. അല്ലെങ്കിൽ മതത്തെ കഷ്ടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന സമുദായത്തിന്റെ ശത്രുവിന്റെ കയ്യിലേക്കാണ്. പക്ഷേ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിക്കാൻ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എനിക്ക് ഭാഗ്യം ലഭിച്ചതെന്നാണോ, ആ ഭാഗ്യത്തിന്റെ ആ അനർഘ നിമിഷത്തിൽ ആ കൈകൾ പിടിച്ചപ്പോൾ എനിക്കുണ്ടായ അനർഘമായ ആ അനുഭൂതി ഇന്നും മായാതെ മറയാതെ എന്റെ പ്രബോധനത്തിന്റെ പ്രചോദനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു തന്നെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന പാതയത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് വിഘടിതരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ സമുദായത്തെ നശിപ്പിക്കുന്നവരാണ്, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരാണ്, ഈ സമുദായത്തെ ചെറിയ തുച്ഛം കാശിന് വേണ്ടി തൂക്കി വിറ്റവരാണ്. മുസ്ലിം സമുദായത്തിന്റെ രക്തത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് നൃത്തമാടിയ മോഡിക്ക് വേണ്ടി മോഡിയുടെ 5 കോടിക്ക് സമുദായത്തെ വിറ്റവരാണ് നിങ്ങൾ. നിങ്ങളോട് ഈ സമുദായത്തിന് മാപ്പില്ല, മാപ്പില്ല, മാപ്പില്ല. നിങ്ങളോട് ഈ സമുദായത്തിന് മാപ്പില്ല എന്നറിയിച്ചത് ആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.